വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ആദർശ ചർച്ച നമുക്കിവിടെ തുടരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ആദർശ ചർച്ച തുടരുകയാണ്. ചർച്ചയിൽ നമുക്ക് ബഹുമാനപ്പെട്ട കുട്ടൂർ ഉസ്താദ് ഉണ്ട് എന്ന പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആദർശ രംഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആഗോള ശബ്ദമായി സുന്നി ഗ്ലോബൽ വോയിസ് ജ്വലിച്ചു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട അത് വേണ്ട സാർ, അതപ്പടക്കട്ടെ. പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിത ശൈലിയിൽ വളരെയധികം ബാനർ ഒന്ന് മാറ്റിക്കോളൂ കേട്ടോ. ആദർശ ചർച്ച തന്നെയാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ വളരെയധികം സ്വാധീനിക്കുന്ന ചില വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ചില സംഘടനകളുണ്ട്, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. സുന്നി ഗ്ലോബൽ വോയിസ് നടത്തുന്ന ഈ ആദർശ ചർച്ചയിൽ എനിക്ക് ആദ്യമായി ബഹുമാനപ്പെട്ട ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദിനോടൊരു വിഷയം ചർച്ച, സുന്നി ഗ്ലോബൽ വോയിസിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് ആണ് എന്നുള്ളതാണ്. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ആലിമീങ്ങളാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ. അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോ കേരളത്തിലെ ഒട്ടുക്ക ആളുകളിലും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം എന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം ഇല്ല, ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ചില ആളുകളൊക്കെ അവരും പറയുന്നത് ഖുർആനല്ലേ, അവരും പറയുന്നത് ഹദീസല്ലേ, അവരും പറയുന്നു അവർക്കെന്താ കുഴപ്പം, അവർ നിസ്കരിക്കുന്നില്ലേ, അവർ പള്ളിയിൽ പോകുന്നില്ലേ, അവർ നോമ്പ് നോൽക്കുന്നില്ലേ, ഈ രീതിയിൽ എല്ലാത്തിനെയും ശരിവെച്ചുകൊണ്ട് അവർ ജമാഅത്തുകാരല്ല, മുജാഹിദുകാരല്ല, തബ്ലീഗുകാരല്ല, ഇങ്ങനെ ഒരു വിഭാഗത്തിലും പെടാതെ എല്ലാവരും സുന്നികളും കണക്കാണ്, മുജാഹിദും കണക്കാണ്, തബ്ലീഗും കണക്കാണ്, ജമാഅത്തും കണക്കാണ് എന്ന രീതിയിൽ സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകളോട് സുന്നി ഗ്ലോബൽ വോയിസിന് പറയാനുള്ള സന്ദേശം എന്താണ്? പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഒരുപക്ഷെ നമ്മളുടെ ഇടയിലൊക്കെ അത്തരം ആളുകൾ ഉണ്ടാവും. എല്ലാവരും കണക്കാ, എല്ലാവരും കണക്കാണ്, നമ്മൾ മുസ്ലിങ്ങളാണ് അല്ലെ, അങ്ങനെ, അതെ, കറക്റ്റ്, അസി പറഞ്ഞാണ്, ഞങ്ങൾ മുസ്ലിങ്ങൾ, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, ഈ കൺസെപ്റ്റ് വെച്ച് പുലർത്തുന്ന ഈ സമീപനമുള്ള ആളുകളോട് നിങ്ങൾക്ക് സുന്നി ഗ്ലോബൽ ബോയ്സിന് ഇത്തരം ആളുകൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാര് ഉണ്ടാവും, ചർച്ച വരും. ഉസ്താദുമാരോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം നേരത്തെ ആ ചർച്ച ഓപ്പൺ ഫോറം തുടരുകയും ആ ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി അല്പം സമയമെടുക്കുകയും ചെയ്തു. ക്ഷമ ചോദിക്കുന്നതോടൊപ്പം പിന്നെ ഞാൻ ബഹുമാനപ്പെട്ട കുട്ടൂർ ഉസ്താദിനെ സുന്നി ഗ്ലോബൽ വോയിസിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ അപാകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിചാരങ്ങൾ കൊണ്ടോ ആർക്കെങ്കിലും വേദനിപ്പിക്കുന്ന വല്ലതും വ്യക്തിപരമായി നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മാഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദ് വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഉസ്താദന്മാർ,
നമ്മുടെ ആദർശ ചർച്ചയുടെ സമയമാണല്ലോ. ജലീൽ ചോക്കാട് ക്ലിയർ കുറവുണ്ടോ? അങ്ങനെ ക്ലിയർ കുറയാനുള്ള വഴിയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താ പടി? ഇൻഷാ അല്ലാഹ് ശരിയാവും. നമ്മുടെ നാട്ടില് പലരും പറയുന്നത് പോലെ, ഒരു സെക്കൻഡ്, ഒരു സൗണ്ടൊക്കെ പോയി കാണും അല്ലേ? അത് ഫാനാണ്. നമ്മൾ ചൂടുകൊണ്ടിരിക്കല്ലാതെ എന്താ ചെയ്യ. അപ്പോ മൈക്കിന് കുറച്ച് കാച്ചിങ് കൂടുതലാണ്, ഭയങ്കര ബൂസ്റ്റാണ്. അതൊന്ന് കുറച്ചൊക്കെ ഉള്ള ഓപ്ഷൻ തിരഞ്ഞിട്ട് കാണുന്നില്ല, എവിടെ പോയത് എന്നൊരു കൊടുത്തല്ല. അപ്പൊ ഏതായാലും നമ്മുടെ ചർച്ചയിൽ ഇന്ന് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇൻഷാ അല്ലാഹ് ഇതിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒരു സാന്ദർഭികമായ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയിരുന്നു. അതായത് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര നിയമങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിന്റെ അല്പഭാഗം ഇന്നും പറയണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ക്ലാസ് റൂമിൽ അല്പസമയം നീണ്ടു നിന്ന ഒരു ചർച്ച നടക്കുകയുണ്ടായി. അതില് സുന്നത്ത് ജമാഅത്തും മറ്റു കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം സാധാരണ ആളുകൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ ബോധ്യപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായ ഒന്നാണ്. ഇന്നലെ മാത്രമല്ല, പല സമയങ്ങളിലും നമ്മുടെ ക്ലാസ് റൂമിൽ നടന്ന ചർച്ചകളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നവരാരാണെന്ന് വളരെ വ്യക്തമായി ചിന്താശേഷിയുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ചർച്ചകളാണ് പലപ്പോഴും SGBയിൽ നടന്നിട്ടുള്ളത്. ഇത് കേവലമായ ഒരു അവകാശവാദമല്ല, അക്ഷരാർത്ഥത്തിൽ തന്നെ അത് സത്യമാണെന്ന് അനുഭവിച്ച് മനസ്സിലാക്കിയ ആളുകളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരു പൊതു മുസ്ലിം എന്ന ഒരു കാഴ്ചപ്പാട് അവിടുന്ന് മാറി സുന്നി എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമുദായത്തിൽ മാറ്റമുണ്ടാകാൻ കാരണമെന്താണ്? മുസ്ലിം എന്ന് പറഞ്ഞാലും മുഅ്മിൻ എന്ന് പറഞ്ഞാലും സാങ്കേതികമായി അതിന്റെ അർത്ഥം ഒന്നാണ്. ബഹുമാനപ്പെട്ട ഉമറുൻ നസഫി റളിയല്ലാഹു അൻഹു കിതാബുൽ അഖായിദിൽ പറയുന്നത് കാണാം, അൽ ഈമാനു വൽ ഇസ്ലാമു വാഹിദ്. പദാർത്ഥം പരിശോധിക്കുമ്പോൾ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും അർത്ഥം രണ്ടാണെങ്കിലും ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഷയിൽ, മാഷാ അല്ലാഹ് കുമ്മോളി ഉസ്താദ് എത്തിയാണ്, ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഷയിൽ ഈമാന് ഇസ്ലാം എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിനല്ല. ആ ഒരു അവസ്ഥ മുസ്ലിമിനെ തന്നെ വ്യത്യസ്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ രംഗപ്രവേശനം ചെയ്ത വിവിധ കക്ഷികളുണ്ടായപ്പോൾ മുസ്ലിം എന്ന പേരിൽ തന്നെ ഒരു പ്രത്യേക അടയാളപ്പെടുത്തൽ സമൂഹത്തിൽ ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഫസുമ്മൂ ബി അഹ്ലിസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിൽ മുസ്ലിം ഉമ്മത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് എന്ന് ചരിത്രം പറയുന്നു. ഇവിടെ വർത്തമാനകാല സാഹചര്യത്തിൽ ചില നല്ല മനസ്സുള്ള ചില ആളുകൾ, ഒരുപക്ഷെ അവര് ചിന്തിക്കുന്നത് നമ്മൾ ആരുടെയും കൂടെ കൂടണ്ട, പക്ഷപാതം വേണ്ട, അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ വിവാദങ്ങൾക്കോ നാം
കൂട്ടുനിൽക്കേണ്ടതില്ല. നമ്മളെപ്പോഴും ഒരു മുസ്ലിമായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവരിൽ നല്ല മനസ്സുള്ളവർ പലരും ഉണ്ടായേക്കും. പക്ഷേ അവരീ പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു സമ്മതിക്കൽ അല്ലെങ്കിൽ ഒരു പക്ഷം ചേരൽ അല്ല, ഒരു ഗ്രൂപ്പ് കൂടലല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും കർമ്മപരമായ വിഷയങ്ങളിൽ നിർബന്ധമായും ചെയ്യേണ്ടതിനെ ചെയ്യുകയും കൈയൊഴിയേണ്ടതിനെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത പദ്ധതിയാണ് പരിശുദ്ധ ഇസ്ലാം. അവിടെ കർമ്മത്തേക്കാൾ ഉപരി വിശ്വാസത്തിനാണ് സ്ഥാനം. അതുകൊണ്ടാണ് ജനങ്ങളെ പ്രബോധനം ചെയ്യേണ്ട ഉത്തരവാദിത്തം ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യത്തെ 10 വർഷം ഉപയോഗപ്പെടുത്തിയത് വിശ്വാസപരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ മാത്രമാണ്. ഏതാണ്ട് 10 വർഷത്തോളം അതിന് ഉപയോഗപ്പെടുത്തി. പിന്നീട് വന്ന കാലയളവിലാണ് കർമ്മപരമായ ഒട്ടനവധി കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പക്ഷെ അത് പഠിപ്പിക്കുന്ന സമയത്തും വിശ്വാസപരമായ അധ്യാപനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലാതെ തുടർച്ചയുണ്ടാവുകയും ചെയ്തു. അപ്പൊ ആ നിലക്ക് ഈമാൻ എന്ന് പറയുന്ന, അഖീദ എന്ന് പറയുന്ന അടിസ്ഥാന ഫലകം, അടിസ്ഥാന ശില, അതിനെ കെട്ടുറപ്പുള്ളതാക്കാനും അതിൽ പൊട്ടലും ചീറ്റലും വളവും തിരിവുമില്ലാതെ യഥാർത്ഥ രീതിയിലാകാനും ആണ് ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ടത്. പൂർവികരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയ ആശയ ആദർശങ്ങളെ അതിന്റെ തനിമയോടെ ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഉള്ളത്. അല്ലാത്തവ അവരുടെ തെറ്റിദ്ധാരണകളുടെയും അതുപോലെ തന്നെ അറിവ് കുറവിന്റെയും ചിലപ്പോൾ ചില കാര്യ ലാഭങ്ങളുടെയും പക്ഷപാതത്തിന്റെയും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നതിന്റെയും എല്ലാം പേരിൽ പണ്ട് കാലം മുതലേ പുതിയ പുതിയ ചില ആശയങ്ങൾ കൊണ്ടുവരികയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഈ ഉമ്മത്തിലുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും ആദർശത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കാതെ അതിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് മുസ്ലിമിന്റെ ബാധ്യത. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ സുന്നിയല്ല, മുജാഹിദുമല്ല, ജമാഅത്തുമല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, ഉസ്താദെ മൈക്ക് പോയി. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് മൈക്ക് പോയി. ഉസ്താദ് DC ഉണ്ടാവും, ഒരു പക്ഷേ ഉസ്താദ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഞാൻ മൈക്ക് വിടാം. ഉസ്താദ് കേൾക്കുന്നുണ്ട്. ഉസ്താദ് ശരി. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? ഞാൻ അറിഞ്ഞില്ല. അപ്പോ എവിടെ ഇപ്പൊ പറഞ്ഞെത്തിയത്? മുസ്ലിമാണ് എന്ന് പറയണം. മുജാഹിദല്ല, സുന്നിയല്ല, ജമാഅത്തല്ല, ഓക്കെ, എല്ലാ പേരും നിങ്ങൾക്ക് തൽക്കാലം നമുക്ക് മാറ്റിത്തരാം. മുസ്ലിമാണെന്ന പേര് നിങ്ങൾക്കുണ്ടല്ലോ, അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പറയുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ അവര് തന്നെ അവരുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ്? അതാണ് പോയിന്റ്. ശരിക്കും ശ്രദ്ധിക്കണേ.
നിങ്ങൾ ചില ആളുകളുണ്ട്, ഞാനൊരു മുസ്ലിമാണ്, സുന്നിയല്ല, മുജാഹിദുമല്ല, ജമാഅത്തുമല്ല, എനിക്ക് അങ്ങനത്തെ കാഴ്ചപ്പാടൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ. ആയിക്കോട്ടെ, തൽക്കാലം നിങ്ങൾക്ക് ഒരു പേരും നമ്മൾ ഇടണില്ല. സുന്നിന്ന് പേരില്ല, മുജാഹിദും പേരില്ല, ജമാഅത്തും അങ്ങനത്തെ പേരൊന്നും വേണ്ട. പക്ഷേ മുസ്ലിമാണല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങളോട് ചോദിക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ്? അവിടെ രണ്ട് തരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് കാണാം. മുസ്ലിമീങ്ങളുടെ പേരിൽ ഇസ്ലാമിന്റെ വേഷത്തിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് രണ്ട് തരം വിശ്വാസങ്ങൾ. രണ്ട് തരം ഞാൻ ചുരുക്കി പറയണം. ഒന്ന്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അതുപോലെ സലഫു സാലിഹീങ്ങളും എല്ലാം അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വസിച്ചോ അത് തന്നെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തത്, ആ വിശ്വാസത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി പുതിയ ചില വിശ്വാസങ്ങളിലേക്ക് എത്തിയവർ. ഇതിൽ ഏതാണ് നിങ്ങളെ വിശ്വാസം എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ വിശ്വാസം ആദ്യം പറഞ്ഞ പൂർവികന്മാരിൽ നിന്ന് വെള്ളം ചേർക്കാതെ ലഭിച്ച സത്യസന്ധമായ വിശ്വാസമാണോ? എന്നാൽ ആ വിശ്വാസത്തിൽ നിങ്ങൾ റിയൽ മുസ്ലിമാണ്. ആ റിയൽ മുസ്ലിമിനാണ് നമ്മൾ സുന്നി എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ നിങ്ങൾക്ക് സുന്നി എന്ന് പേര് നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ലേന്നു. ഇനി ഓരോന്നോരോന്ന് ചർച്ച ചെയ്താൽ അവസാനങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്കൊരു പേരണ്ട് വീഴും. അല്ല, നിങ്ങളുടെ വിശ്വാസം അങ്ങനെ അല്ലേ? പൂർവികന്മാരിൽ നിന്ന് കിട്ടിയ വിശ്വാസത്തിൽ നിങ്ങൾ വെള്ളം ചേർത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അറിയാതെ അത് വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ടോ? എന്നാൽ ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മാറി ഓടുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം അല്ല. മനസ്സിലായോ? അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇനി അങ്ങോട്ട് തുടങ്ങിക്കോ. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം, നബിയെ കുറിച്ചുള്ള വിശ്വാസം, മലായിക്കത്തിനെ കുറിച്ചുള്ള വിശ്വാസം, അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസം, അതുപോലെ അമ്പിയാക്കന്മാരിൽ നിന്ന് ഈ ഉമ്മത്തിന് തർക്കമില്ലാത്ത രീതിയിൽ വ്യക്തമായി കിട്ടിയിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ, ആ ആശയങ്ങളിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരെ മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു പോകുന്ന വിഷയങ്ങളിൽ, മുസ്ലിം ഉമ്മത്ത് നടത്തിപ്പോന്ന കർമ്മങ്ങളിൽ, ആചാരങ്ങളിൽ അവർ സ്വീകരിച്ച ശൈലിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ വ്യതിയാനം, അതേ ശൈലി തുടരുന്നുവോ, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അങ്ങ് തുടങ്ങി ഓരോ കൺസെപ്റ്റും പരിശോധിക്കുമ്പോൾ നിങ്ങൾ സുന്നിയാണോ സുന്നിയല്ലേ എന്ന് തീരുമാനമാകും. അഥവാ റിയൽ മുസ്ലിമാണോ റിയൽ മുസ്ലിം അല്ലയോ എന്ന് തീരുമാനമാകും. അത് തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ റിയൽ മുസ്ലിമാണെന്ന് തീരുമാനമായാൽ ആ റിയൽ മുസ്ലിമിന് തന്നെയാണ് സുന്നി എന്ന് പേര് വരുന്നത്. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് ബോധപൂർവം നമ്മൾ ഇടാതെ പോയ പേര് ഇപ്പൊ നിങ്ങൾക്ക് വരികയാണ് ഓട്ടോമാറ്റിക്. മനസ്സിലായോ? അല്ല, നിങ്ങൾ റിയൽ മുസ്ലിം അല്ലേ, എന്നാ പിന്നെ നിങ്ങൾക്ക് പേര് എന്തിട്ടിട്ടും കാര്യമില്ല. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആദർശവും നന്നാക്കിയെടുക്കാതെ നിങ്ങളൊരു യഥാർത്ഥ മുസ്ലിം ആകില്ല എന്ന അടിസ്ഥാന വിവരം നിങ്ങൾക്കുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായി നമ്മുടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും നന്നാക്കാനും സുന്നത്തിയമായത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. SGVയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ആദർശ ചർച്ച എന്തിനാണ്? നമ്മുടെ ആദർശ ചർച്ച വെറും ഒരു വാഗ്വാദത്തിന് വേണ്ടിയിട്ടല്ല, ഒച്ചപ്പാടുകൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ ആദർശ ചർച്ച സുന്നത്തിയമായത്തിന്റെ ശരിയായ ആശയം ജനങ്ങളെ പഠിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വെക്കുന്നതാണ്. അതാണ് ആദർശ ചർച്ച നടത്താനുള്ള കാരണം. അതുകൊണ്ട് ചില ചർച്ചകൾ നടക്കുമ്പോൾ വ്യക്തമായി തന്നെ സുന്നത്തിയമായത്തും അല്ലാത്തതും വേർതിരിഞ്ഞു നിൽക്കുന്നതും അതിന്റെ കാരണവുമെല്ലാം ശരിക്ക് ശ്രദ്ധിക്കുന്നവർക്ക് ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും സാധിക്കാറുണ്ട്. അതുകൊണ്ട് നല്ല നല്ല ചർച്ചകളിൽ എല്ലാവരുടെയും സാന്നിധ്യവും ശ്രദ്ധയും ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മൈക്ക് തൽക്കാലം റിലീസ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഇന്നലെ പറഞ്ഞ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒരല്പനേരം ഞാനത് പറയും. കുമ്മോളി ഉസ്താദ് ഇവിടെ ഉണ്ട്. ഉസ്താദ് മൈക്കിലേക്ക് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും സന്തോഷം. ഏതായാലും പിന്നെ നമ്മുടെ
ജലീൽ ചോക്കാട് ആണല്ലോ ഈ ഒരു ചോദ്യം ഉന്നയിച്ച് ചർച്ചയ്ക്ക് തുടക്കട്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ജലീൽ ചോക്കാട് തന്നെ ഒന്നുകൂടി മൈക്കെടുക്കും. എന്നിട്ട് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോകാം. ഞാൻ മൈക്ക് കൂട്ടും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ ഉസ്താദേ ഞാന് പിന്നെ പറഞ്ഞ അപ്പോ ഒരാൾ സുന്നി ആചാരങ്ങളൊക്കെ അംഗീകരിക്കുന്നു, അയാൾ സുന്നി, ഉസ്താദ് പറഞ്ഞതുപോലെ സുന്നിയായിട്ടുള്ള ജീവിതമാണ് ഉള്ളത് എങ്കിലും ബിദ്അത്തുകാരോട് മൗനാനുവാദം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അവരോട് മൗനം പാലിക്കുന്ന അവസ്ഥയിൽ നിലപാടെടുക്കുന്ന അവരുമായിട്ട് എന്താണ് ആ സമീപനത്തോടുള്ള ഇത് ഒന്നുകൂടെ പറഞ്ഞാല് വളരെ നന്നായിരുന്നു. കാരണം ഞങ്ങൾ സുന്നികളാണ് എന്ന് പറയുകയും എന്നാൽ ബിദ്അത്തിനോട് ഒരക്കാമ അവർ എതിർക്കാനും പോകുന്നില്ല. അത്തരത്തിലുള്ള ആശയങ്ങൾ പറയുന്ന സമയത്ത് അതിൽ മൗനം വീക്ഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത്തരം ആളുകൾ അവരെ യഥാർത്ഥത്തിൽ സുന്നികൾ എന്ന് തന്നെ പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഒരു വിഭാഗത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വേറൊരു വിഷയത്തിലേക്കോ അല്ല വിഷയം ചൂണ്ടുന്നത്. ഞാന് പൊതുവേ ഉള്ള ഒരു ഇത് പറയാണ്. ഞങ്ങളും സുന്നിയാൾ തന്നെയാണ്, എന്നാലും മുജാഹിദിന്റെ പരിപാടിക്കും പോവും, അവിടെ എന്ത് പരിപാടിന്റെ അതിനും കൂടും ഇതിനും കൂടും. ഈ ഒരു സമീപനം നടത്തുന്ന ആളുകൾ ഞാൻ ആ രീതിയിലായിരുന്നു പിന്നെ ചോദിച്ചു. ഏതായാലും പിന്നെ വളരെ റാഹത്തായി നമുക്ക്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സുന്നിയല്ല അല്ലെങ്കിൽ മുജാഹിദ് അല്ല എന്ന രീതിയിൽ ഒരാൾക്കും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അയാളുടെ വിശ്വാസങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ ഇയാൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൂടെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. മാഷാ അല്ലാഹ് വളരെ നല്ല വിശദീകരണമായിരുന്നു. മറ്റു ചോദ്യകർത്താക്കൾ ഇല്ലെങ്കിൽ ഉസ്താദ് നേരത്തെ പറഞ്ഞ വിഷയവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് അറിയുന്നു. ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുന്നത്തി ജമാഅത്തിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തവും സുതാര്യവുമായ ഒന്നാണ്. അത് സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. ആ യഥാർത്ഥ മുസ്ലിം എന്ന അവകാശവാദങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നത് കൊണ്ടാണ് തിരിച്ചറിയാൻ വേണ്ടി സുന്നി, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പേര് ഹിജ്റ 3-ാം നൂറ്റാണ്ട് മുതൽ പ്രസിദ്ധമായി പോന്നിട്ടുള്ളത്. അത് ഇന്നലെ തുടങ്ങിയതല്ല. അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് ചുരുക്കി പറയുന്ന പേരാണ് സുന്നി എന്നുള്ളത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് ഹിജ്റ 3-ാം നൂറ്റാണ്ട് മുതൽ പ്രസിദ്ധി ആർജിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹദീസിലൂടെ സൂചിപ്പിച്ചു പറഞ്ഞതുമായ ഒരു പേരാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്ത് ആദർശത്തെ എന്ത് ആശയത്തെ ഉൾക്കൊള്ളുന്നുവോ അതാണ് പ്രധാനം. അല്ലാതെ പേര് എന്തോ ആകട്ടെ, പേരിനല്ല പ്രാധാന്യം, നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെ സത്യസന്ധതക്കാണ്. എന്ന് വെച്ചിട്ട് തോന്നിയ പേരിട്ടാൽ നമ്മളെ തെറ്റായ ആശയക്കാരായി ആളുകൾ ധരിച്ചേക്കും. അത്തരം അപകടങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ലല്ലോ. അപ്പോ മർമ്മപ്രധാനം പേരിലല്ല. പേര് എന്തായിരുന്നാലും വിശ്വാസവും ആശയവും ആദർശവും ഒക്കെ ഒരു മനുഷ്യനിൽ നിന്ന് എങ്ങനെയാണോ അയാൾ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് അവിടെയാണ് കാഴ്ചപ്പാട്. നമ്മുടെ നാട്ടില് ശരിയായ ആശയവും ആദർശവും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓർക്ക് പറയുന്ന പേരാണ് സുന്നി. ആ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ കൺസെപ്റ്റിൽ ഒരാൾ അടിയുറച്ച് നിൽക്കുകയും അതേ സ്ഥാനത്ത് അടിയുറച്ച് നിൽക്കുമ്പോൾ തന്നെ അയാള് കാഴ്ചപ്പാട് സുന്നത്ത് ജമാഅത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ബിദഅകളോട് ഏത് നിലയിൽ പെരുമാറണം എന്നതുവരെ അതിൽ ഇൻക്ലൂഡഡാണ്. അതടക്കമുള്ള വിഷയങ്ങളിൽ അയാള് യഥാർത്ഥ സുന്നിയായി മാറും. വേറെ ചില ആളുകള് യഥാർത്ഥ സുന്നിയെന്ന് പറയും ചെയ്യും, പക്ഷേ ഒരുപാട് വിഷയങ്ങളിൽ അവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തോട് അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കേണ്ട ചില ആളുകൾ നമ്മുടെ നാട്ടിൽ കാണാം. ഏതായാലും യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രത്തോളം അകലങ്ങളിലേക്ക് പോകുന്നുവോ അത് ഇസ്ലാമിൽ നിന്നുള്ള വ്യതിചലനമായി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതുകൊണ്ട് യഥാർത്ഥ ആശയവും ആദർശവും സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നതാണ്
ഓരോ മുസ്ലിമിനും കരണീയമായിട്ടുള്ളത്. ആ നിലക്ക് മുന്നോട്ടു പോകാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് അസ്കർ കാലത്തോട് മുള്ളു വന്നുണ്ടല്ലോ. അസ്കറിന് മൈക്ക് വേണ്ടി വരുമോ? കുമ്മോൾ ഉസ്താദ് താഴെ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് മൈക്ക് വേണമെങ്കിൽ ഞാൻ വിടാം. അല്ല ആദർശപരമായ ചോദ്യങ്ങൾ ഇനി ഇല്ലെങ്കിൽ, ആർക്കെങ്കിലും ആദർശപരമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മൈക്കിലേക്ക് വരാം, ചോദിക്കാം. ഇന്നലെയൊക്കെ നമ്മുടെ ക്ലാസ് റൂമിന് ഒരുപാട് സമയം വലിയ ഒരു വിഷയത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന അബൂസഫു എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇനി മുപ്പരൊന്ന് വരുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു EM കണ്ണൂര് ഇവിടെ വന്നിക്കണ ആൾ ആരാന്ന് എനിക്ക് വലിയൊരു പിടുത്തൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഐഡി മുമ്പും കണ്ടൊരു ഓർമ്മ ഉണ്ട്. വല്ല ആദർശ വിഷയങ്ങളും ചോദിക്കാനായിരിക്കും എന്ന നിലക്ക് ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ ഉസ്താദ്, ഈ 3-ാം നൂറ്റാണ്ടില് പ്രതിപാദിച്ച സുന്നികൾ അതിപ്പോ ഏതാണ്? കാന്തപുര ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സുന്നിയാണോ അല്ല EK സുന്നികൾ എന്ന് പറയുന്ന സുന്നികളാണോ? അത് ആര് നേതൃത്വം കൊടുക്കണ് എന്ന് നോക്കിയിട്ടല്ല അത് തീരുമാനാകല്. അത് ആരുടെ കയ്യിലാണ് ആദർശമുള്ളത് എന്ന് നോക്കിയിട്ടാണ്. അതല്ല ഞാൻ ഇതുവരെ പറഞ്ഞത് സുഹൃത്തെ. ആര് നേതൃത്വം കൊടുക്കുന്നു, എന്ത് പേരിടുന്നു, ഓഫീസ് എവിടെയാണ്, അതൊന്നല്ല ഇത്തെ വിഷയം. ആരുടെ കയ്യിലാണ് ആദർശമുള്ളത് അതാണ് വിഷയം കേട്ടോ. അത് ആരുടെ കയ്യിലാണുള്ളതെന്ന് പരിശോധിക്കണമെങ്കിൽ അത് 2 മിനിറ്റ് കൊണ്ട് കഴിയുന്ന വിഷയമല്ല. അത് വേണേ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഈ സുന്നി എന്നതിന്റെ അപ്പുറത്തുള്ള കക്ഷികളുണ്ടല്ലോ, ഓലൊന്നും ഏതായാലും അതല്ലാന്ന് 100% ഉറപ്പാ. അവിടെയാണ് നമ്മളെ പ്രധാന പോയിന്റ്. സുന്നി എന്നതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് കക്ഷികളുണ്ട്. ആ കക്ഷികളൊന്നും ഒരു കാരണവശാലും 3-ാം നൂറ്റാണ്ടിൽ തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിൽ പ്രത്യക്ഷത്തിൽ വന്ന പ്രസിദ്ധമായ ആ വിഭാഗത്തിന്റെ ആശയത്തോട് ഒരു നിലക്കും പൊരുത്തപ്പെടുന്നവർ അല്ല. ഇത് പറയുമ്പോ ഏതെങ്കിലും ആളുകള് അത് ശരി, കേൾവിക്കാരൻ ഉസ്താദ് ഈയങ്കണ്ണൂരിനെ നല്ല ഓർമ്മ ഉണ്ട് അല്ലേ? അപ്പോ ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഏത് 3-ാമത്തെ നൂറ്റാണ്ടിൽ വന്നത് എന്ന് പറഞ്ഞാൽ 3-ാം നൂറ്റാണ്ടിൽ പുതിയത് വന്നതാന്ന് ആരും മനസ്സിലാക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് ചരിത്രപരമായി ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ ഖവാരിജുകളും പിന്നീട് ഷിയകളും പിന്നീട് മുഅ്തസിലുകളും ആ കാലഘട്ടത്തിൽ തന്നെ റാഫിദിയ്യാക്കള്, ഖദരിയ്യത്ത്, അതുപോലെ തന്നെ മുർജിഅത്ത്, പിന്നെ കറാമിയത്ത്, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെ കള്ളന്മാരായി ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കള്ളന്മാര് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ആന കട്ടുന്നോ അടക്ക കട്ടുന്നോ അല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിക ആദർശങ്ങളിൽ അവര് വെള്ളം ചേർത്തു. അവര് സലഫു സാലിഹീങ്ങളുടെ വിശ്വാസത്തിൽ മാറ്റം വരുത്തി. എന്നിട്ട് അതിനെ ഇസ്ലാമായിട്ട് അവരാ പുതിയതിനെ അവതരിപ്പിച്ചു. അത് ശക്തിപ്പെടുന്ന സന്ദർഭം ഉണ്ടായപ്പോഴാണ് മുസ്ലിം എന്ന പേരിൽ എല്ലാവരും പറയാൻ തുടങ്ങിയപ്പോഴാണ് ഒരു തിരിച്ചറിയാൻ ID എന്ന നിലക്ക് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സുന്നികൾ എന്ന പേരിൽ അഥവാ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ പ്രവർത്തിക്കുന്ന വിഭാഗം ആദ്യമുണ്ട്. സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ആ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കി, ആ ആശയം പഠിച്ചു, അത് അടുത്ത തലമുറക്ക് കൈമാറി കിട്ടി, അതിൽ മാറ്റം വരുത്താതെ പോകുക. അപ്പോണ പോക്കിലാണ് മുഅ്തസിലാക്കളും അതുപോലെ അബു അയ്യിൽ ജുബായിന്റെ നേതൃത്വത്തിലുള്ള മുഅ്തസിലത്തൊക്കെ പുതിയ ആശയവുമായി രംഗത്ത് വന്ന് ആ ആശയം നാട്ടിൽ പടർന്നു പിടിക്കുമോ എന്ന അവസ്ഥ വന്നപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അന്ന് ബഹുമാനപ്പെട്ട അബൂൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ രംഗത്ത് വന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ ആ വിഷയത്തിൽ, ആ ആദർശത്തിൽ ആരാണോ അടിയുറച്ചു നിൽക്കുന്നത് അവരാണ് സുന്നികള്. അതൊരു കാര്യം. അതേ സ്ഥാനത്ത് അതിന്റെ അപ്പുറത്ത് സുന്നികളല്ലാത്ത ആരും,
അത് മുജാഹിദാകട്ടെ, ജമാഅത്താകട്ടെ, തബ്ലീഗാകട്ടെ, അതല്ല ഇനി ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കള്ളന്മാരും വ്യാജന്മാരുമായ ഏത് തെരീഖത്തുകാരാകട്ടെ, എല്ലാം പെട്ടല്ലോ, ഏത് തെരീഖത്തുകാരാകട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ അപ്പുറത്തുള്ളതൊന്നും ആ 3-ാം നൂറ്റാണ്ടിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിൽ പ്രത്യക്ഷത്തിൽ വരികയും അന്ന് പ്രവർത്തിക്കുകയും സ്വഹാബത്തിൽ നിന്ന് ഇസ്ലാമിക ആദർശം നേരിൽ കൈപ്പറ്റുകയും ചെയ്ത ആ വിഭാഗത്തിന്റെ പിൻതലമുറക്കാരല്ല എന്നത് വളരെ സുവ്യക്തമാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഞാൻ മൈക്ക് അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, കേൾക്കുന്നുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ ഒരു കണ്ട ഇതാണ് ഈ കുത്തുവീത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്വയം ഇങ്ങനെ കുത്തുന്ന അത് പിന്നെ സ്വയം ദേഹത്തെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിലെ കേട്ടിട്ടുണ്ട്. അത് കുത്തുവീത്ത് ഇങ്ങനെ എടുത്ത് കുത്തൽ അത് നല്ല ചെയ്യാൻ പാടുള്ളതാണോ നമ്മൾ ഇസ്ലാമിക വീക്ഷണത്തിൽ? അതൊന്ന്. പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ ഉളിയത്ത് ഇറക്കുമ്പോൾ ഹക്കീക്കത്തും കൂടി നമ്മൾ പിന്നെ നിയത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ശരി, 2 ചോദ്യമാണ് മൂപ്പര് ഇവിടെ ഉന്നയിച്ചത്. അതിൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ ആദ്യം ജവാബ് പറയാം. അത് കർമ്മശാസ്ത്രമാണല്ലോ. രണ്ടാമത്തെ ചോദ്യം കർമ്മശാസ്ത്രമാണ്. ഞാൻ അതിന് ആദ്യം ജവാബ് പറയാം. അതെന്താ, ഉളുഹിയ്യത്ത് ഇറക്കുമ്പോ അഖീഖയും കൂടി കരുതാൻ പറ്റുമോന്ന്? ഉളുഹിയ്യത്ത് ഇറക്കുമ്പോ അഖീഖയും കൂടി കരുതാൻ പറ്റുമോ? ഉളുഹിയ്യത്ത് ഇറക്കുന്ന ഒരു ആടാണെങ്കിൽ തീർച്ചയായും ഉളുഹിയ്യത്തിന്റെ കൂടെ അഖീഖ കരുതാൻ പറ്റില്ല. മുഴുത്തമതായ നിയമം അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് 7 ആളുകൾ വരെ ഷെയർ ചെയ്യാൻ പറ്റിയ മാടോ ഒട്ടകമോ ആണെങ്കിൽ അയാൾക്ക് 2 ഓഹരി, അതിൽ 7-ൽ 1 തന്നെ ഒറ്റ ഓഹരിയിൽ തന്നെ എടുക്കലാൽ കിട്ടുകയില്ല എന്നാണ് കർമ്മശാസ്ത്രത്തിലെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. നിങ്ങൾക്കത് മനസ്സിലായോ? ലാറണ്ട ബി സി, നിങ്ങളെ പേര് വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാധാരണ ചില ആൾക്കാരൊക്കെ നമ്മളെ നാട്ടിൽ കൊയങ്ങലാണ്. കാരണം ഉമ്മയും ബാപ്പി മീരു എന്നൊക്കെ പേരിട്ട പെണ്ണുങ്ങളുണ്ട്, മരക്കാരുട്ടി എന്നൊക്കെ പേരിട്ട ആണുങ്ങളുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓല് കിടങ്ങാറാകല. എന്റെ അമ്മാക്കും ബാപ്പാക്കും ഒക്കെ ഒരു നല്ല പേരിട്ടൂടെയെന്നോ എന്നുള്ള നിലക്ക്. ഇതിപ്പോ ബൈലക്സിൽ ഞമ്മക്ക് പേരിടണത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്കൊരു മട്ടുള്ള പേരിടയെന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട്. ഏതോട്ടെ. അപ്പോ പിന്നെ ഇവിടെ ആദ്യം ചോദിച്ചൊരു ചോദ്യം, അതായത് നിങ്ങളെ ചെറുപ്പത്തില് കുത്തുബിയ്യത്ത് എന്നുള്ള പേരിൽ എന്തോ ഒരു കുത്തൊക്കെ നിങ്ങൾ കണ്ടിക്കണ്, അത് ഇസ്ലാമികമായി ശരിയായ സംഗതിയാണോ എന്നാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. കുത്തുബിയ്യത്തിൽ അങ്ങനെ കുത്തലൊന്നുമില്ല. അല്ലേ? കുത്തുബിയ്യത്തിൽ അങ്ങനെ കുത്തലുണ്ടോ? ഇല്ല. നമ്മൾ കുറെ കുത്തുബിയ്യത്തിൽ ചെറുപ്പത്തിലും വലുപ്പത്തിലൊക്കെ കൂടിയിരിക്കണം. ഒറ്റ കുത്തുബിയ്യത്തിലും അങ്ങനെ കുത്തലില്ല കേട്ടോ. അത് കുത്ത് എന്നുള്ളതിന്റെ കുത്ത് റാത്തീബ്, അങ്ങനെ ശരി, കുത്ത് റാത്തീബ്. കുത്തറാത്തീബ് എന്ന് പേര് കേൾക്കുമ്പോ തന്നെ അത് കുത്താനുള്ളതാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിന് പറ്റിയൊരു പോയാതില്ല ഇതിന്. അപ്പൊ നിങ്ങളെ ചോദ്യത്തിന്റെ പൊരുളെന്താ? ശരീരത്തിന് അപകടം വരുത്തുന്ന ആൾക്കാർ, ചില ആൾക്കാർ കുത്തിയെന്താവും ശരീരത്തിന് അപകടം വരും, ഒരു കുത്തറാത്തീബിനെ പോണ്ട. വേറെ ചില ആൾക്കാർ കുത്തിയാൽ ശരീരത്തിനൊരു അപകടം വരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഓല് ഇന്നൊരു സ്ഥലത്ത് റാത്തീബ് നടത്തിയിട്ട് പിറ്റത്തെ സ്ഥലത്ത് മെഡിക്കൽ കോളേജിലല്ലോ റാത്തീബ്, പിറ്റേ ദിവസം വേറെ സ്ഥലത്ത് റാത്തീബ. അത് സാധിക്കണം എന്തുകൊണ്ടാ? ഓർക്ക് അപകടം വരാത്തതുകൊണ്ടാ.
അപകടം വരുന്ന ഒരു സാധാരണ അവസ്ഥയിലുള്ള ആളുകളാണെങ്കിൽ ഒരു ദിവസത്തെ കുത്തിയാൽ പിന്നെ ഒരു 3 മാസം മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വരും ചുരുങ്ങിയത്. പിന്നെ അവർക്ക് വേറെ സ്ഥലത്ത് കുത്താൻ പോകാൻ നേരം ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ഇന്നൊരു സ്ഥലത്ത് കുത്തി നാളെ വേറൊരു സ്ഥലത്ത് ഒരു കുത്താൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് അപകടം വരാത്ത കുത്തലാണ്. എന്താ അപകടം വരാത്തത്? അതിന് പല കാരണങ്ങളുണ്ട്. ശരിയായ കുത്തറാത്തീബിലൂടെ കാണുന്നത് മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് അപകടം വരാത്തതാണ്. അങ്ങനെ വരുമ്പോ അതിന് പ്രശ്നമില്ല, കഴിഞ്ഞില്ലേ? അപ്പൊ അപകടം വരുന്നതാണെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെ. അപകടം വരാത്തതോ അത് ചെയ്യുന്നതിന് വിരോധമില്ല, ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിരോധമല്ല. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്റെ സൗണ്ട്? മാഷാ അല്ലാഹ്. ഞാൻ ഉസ്താദ് ഒരു സംശയം എന്റെ ഒരു സംശയം ഇതാണ് ഉസ്താദെ. നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമികള് കുറെ ആളുകളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം പിരിച്ചിട്ട് അവരൊരു പോത്തിനെയോ അല്ലെങ്കിൽ മറ്റൊരു മൃഗത്തിനെയോ വാങ്ങുന്നു, അവരത് അറുക്കുന്നു. ഇറച്ചി അതിന്റെ മാംസം ആദ്യം കൊണ്ടു കൊടുക്കുന്നത് ഏതെങ്കിലും ഹൈന്ദവരുടെ വീട്ടിലായിരിക്കും. കാരണം ഇപ്പം നമ്മുടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹജ്ജ് വരുന്ന ടൈമാണല്ലോ. അപ്പം ഉസ്താദ് അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് വിശദീകരിക്കണം പ്ലീസ്. കാരണം അതൊരു പ്രശ്നമാണ്. കാരണം കുറെ ആൾക്കാർ അതിനായിട്ട് നടക്കുകയാണ്. വോട്ട് കിട്ടണ്ടേ? കേൾക്കാനും എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടുന്നു. ഉസ്താദ് ഇതിനൊരു നല്ലൊരു മറുപടി പറയണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാ വീടുകളിൽ നിന്നും എന്റെ വീട്ടിൽ നിന്ന് പോലും അവര് പണം പിരിച്ചിട്ടാണ് അവർ ഈ പണി ചെയ്യുന്നത്. കാരണം അതിനുള്ള എന്താ പറയാ അതിനിപ്പം ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ ചോദ്യം മനസ്സിലായി കാണുമല്ലോ. ഞാൻ മൈക്ക് വിടുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുമ്മോളി ഉസ്താദ് ഉണ്ടോ? ഉസ്താദിന്റെ മുകളിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നമ്മളെ അബൂസഫ് വന്നിക്കണം. ഇപ്പൊ കൈ എവിടെയെങ്കിലും കെട്ടാനുള്ള തീരുമാനമാക്കിയിട്ടുണ്ടാവും ചിലപ്പോ. അതവിടെ കട്ടെ. അപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇങ്ങനെ പിരിവ് നടത്തിയിട്ട് ആ പിരിവ് കൊണ്ട് ഉദ്ഹിയ്യത്തിന്റെ ഉരുവിനെ വാങ്ങുകയും അത് അറക്കുകയും അത് ആദ്യം തന്നെ ഹൈന്ദവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കുറെ സംഗതി ചെയ്യലുണ്ട്. അങ്ങനത്തതേ ഓരോടത്തുള്ളൂ. അതുകൊണ്ടാണ് ഓരെ പറ്റൂല എന്ന് നമ്മൾ ഈ പറയണ തന്നെ. അല്ല, ഓരോടത്തൊന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്കെന്തിനാ വെറുതെ ഓലെ എതിർക്കേണ്ട ആവശ്യം? നമുക്കൊരാവശ്യമില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി ആയാലും മുജാഹിദായാലും ഇസ്ലാമിന്റെ കൺസെപ്റ്റുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത പലതുമാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. മുജാഹിദുകൾ നിങ്ങൾ കണ്ടില്ലേ, ജനങ്ങളുടെ കയ്യിൽ നിന്ന് സക്കാത്ത് എന്ന പേരിൽ കാശ് പിരിച്ചിട്ട് അത് ബാങ്കിലിട്ടിട്ട് പലിശ വാങ്ങുക. അത് കണ്ടില്ല നിങ്ങള്? അല്ലേ? അതറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവും. എന്നിട്ട് അതന്നെ അഭിമാനപൂർവം അച്ചടിച്ചിട്ട് വിതരണം ചെയ്യുക. ദാ കഴിഞ്ഞ കൊല്ലത്തെ പൈസ അത്രയും ബാക്കി, എന്നിട്ട് അത് ബാങ്കിലിട്ടിട്ട് അതിന്റെ പലിശ. എല്ലാരും അറിയണ വിഷയമില്ലത്. കോഴിക്കോട് ഞാനിപ്പം നിൽക്കുന്ന എലത്തൂരിന്റെ സമീപത്തുള്ള സ്ഥലമാണ് കാരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങൾക്കൊക്കെ അറിയില്ലേ? കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ കാരപ്പറമ്പ്. ആ കാരപ്പറമ്പ് ശാഖ KNM ആണ് നിങ്ങൾ സക്കാത്ത് കൊടുത്തോ എന്ന പേരിൽ ഒരു പുസ്തകം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയത്. ആ പുസ്തകത്തിൽ അതിന്റെ മുൻ വർഷത്തെ സക്കാത്തിന്റെ കണക്ക് അവര് ശരിക്കും എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ വർഷം പിരിച്ചു കിട്ടിയ തുകത്ര, അതിന് പ്രിന്റിംഗ് ചാർജ് ഇത്ര, ചെലവ് അറിയണം. ചെലവ് അറിയുന്നിടത്ത് പ്രിന്റിംഗ് ചാർജ് ഇത്ര, ഓരോ വിഭാഗത്തിന് കൊടുത്തത് ഇത്ര,
പിന്നെ വരവ് പറയുന്ന കൂട്ടത്തില് ബാങ്കിലിട്ടിട്ട് പലിശ കിട്ടിയത് ഇത്ര, ഇതൊക്കെ കണക്ക് പറയുന്നുണ്ട്. ഇത് വെറുതെ പറയല്ല. അതിന്റെ ഫോട്ടോ വേണമെങ്കിൽ, അതിന്റെ യഥാർത്ഥ കോപ്പി വേണമെങ്കിൽ നമുക്ക് കിട്ടും. എന്റെ കയ്യിലും അത് ഉണ്ടാവും. നോക്കിയെടുക്കാൻ സമയമെടുക്കുന്നു മാത്രം കേട്ടോ. അത്രയേ ഉള്ളൂ സംഗതി. ഇവിടെ അതൊന്നും അറിയാത്ത ആളുകൾ നമ്മളെ കൂടുതൽ അത് അങ്ങനെ ഒന്ന് ജമാഅത്തുകാരാകട്ടെ ഓല് പിന്നെ ഇതേപോലെ തന്നെ കാശ് പിരിച്ചിട്ട് ആ കാശ് കൊണ്ട് മൃഗത്തെ വാങ്ങി ഉളുഹിയത്ത് അറുത്തിട്ട് അത് ഹൈന്ദവർക്ക് കൊടുക്കുന്നു. അത് അവരുടെ മതം. അതെ, ഇവിടെ തെക്കുമരസ്താദ് പറഞ്ഞില്ലേ, അടിച്ചില്ല ഇവിടെ ടെക്സ്റ്റ്, അത് അവരുടെ മതം. അതാണ് എന്റെ ശരി. അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നതാണ്. കാരണം അവരുടെ മതം അവരുണ്ടാക്കുന്നതാണ്. നമ്മക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിലൊക്കെ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നമുക്ക് എവിടുന്ന് കിട്ടിയതാ? അതാണ് സലഫു സാലിഹ്യങ്ങളിൽ നിന്ന് കിട്ടിയത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചു, ഉളുഹിയത്തിന്റെ മാംസം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. എന്നിട്ട് എഴുതിയിട്ട് പറഞ്ഞു എത്രത്തോളം ആ ഉളുഹിയത്തിന്റെ മാംസം ഒരു മുസ്ലിമിന് കിട്ടി, ആ കിട്ടിയത് അവന്റെ വീട്ടിൽ വേവിച്ചു, ആ വേവിച്ചതിൽ നിന്ന് പോലും അമുസ്ലിമിന് കൊടുക്കാൻ പാടുള്ളതല്ല. അതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. മനസ്സിലായോ? മാത്രമല്ല അതിനെതിരെ വന്ന ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ ഇമാമിങ്ങൾ ശക്തമായി എതിർത്തിട്ടുമുണ്ട്. അപ്പൊ അതാണ് ഇമാമിങ്ങളുടെ കാഴ്ചപ്പാട്. അതുണ്ടായി പിന്നെ ഒലുഹിയത്താവിൽ സക്കാത്താകണമെങ്കിൽ ഇത്തരം ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ കുറുക്കന്റെ കയ്യിൽ കോയിനെ ഏൽപ്പിച്ച പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായോ? കോഴിക്കുട്ടികളെ നോക്കാൻ കുറുക്കനെ ഏൽപ്പിച്ചാൽ എന്താ ഉണ്ടാകുക? ആ ഒരവസ്ഥയാണ്. കോട്ടൂർ മൈക്ക് പോയിട്ടുണ്ടല്ലോ. കോട്ടൂർ കേൾക്കുന്നുണ്ടോ? കോട്ടൂർ മൈക്ക് പോയിട്ടുണ്ട്. കോട്ടൂർ റൈസാൻഡ് ജലീൽ റിസാൻഡ്, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഇല്ല ഉസ്താദ്, നിങ്ങൾ മൈക്കിൽ തുടരും. ഞാൻ പിന്നെ കോട്ടൂർ നേരത്തെ പറഞ്ഞ ആ സക്കാത്ത് കണക്ക് അതൊന്ന് കാണിക്കാൻ വേണ്ടി അത് ക്യാമ് ഇട്ടതാണ്. അതിനുവേണ്ടി റൈസാൻഡ് ചെയ്തിരുന്നു. കാരപ്പറമ്പ് KNM-ന്റെ സക്കാത്ത് ഫണ്ടിന്റെ കണക്ക് ഇല്ലാത്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു പേജ് ഒന്ന് ക്യാമിൽ കാണിക്കാൻ വേണ്ടിയിട്ട് റൈസാൻഡ് ചെയ്തായിരുന്നു. ഞാൻ മൈക്ക് വിട്ടു. ഉസ്താദിന്റെ മൈക്കിൽ വന്നോളെ. കുട്ടുസ്താദ് DC ആയതാണ്. കോട്ടൂർ വന്നല്ലോ. കോട്ടൂർ മൈക്കിലേക്ക് വന്നോ. ഞാനിന്ന് ഇടയ്ക്കിടെ DC ആകുന്നുണ്ട്. എന്താണ് പ്രശ്നം എനിക്കൊരു പിടുത്തമില്ല. BSNL-ന്റെ നെറ്റല്ലേ ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യ, സർക്കാരിന്റെ അടുത്തല്ലേ എപ്പോഴും അതിലുള്ളത്. അപ്പൊ അതിനനുസരിച്ചൊക്കെ ഉള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ഏതായാലും ആവട്ടെ. പിന്നെ അബൂസഫു വന്നാണ്. അബൂസഫു ഞാൻ പറഞ്ഞത് അതാണ്. അബൂസഫുവിന് ഒരു മനസ്സുണ്ടാവുമല്ലോ. ആ മനസ്സ് ഇരുമ്പലൊക്കെ പോലെ പതല്ലാത്ത മനസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലല്ലോ. അപ്പൊ എന്തായാലും ആ ഒരു നല്ല മനസ്സ് അയാൾക്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങേണ്ട നേരത്തെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും, പടച്ചോനെ ഇങ്ങനൊരു ഹദീസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മള് പിന്നെ ഇമാമിങ്ങളെ മുഴുവൻ എതിർക്കുകയാണല്ലോ. സത്യത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞത് ആ ഹദീസിന് എതിരല്ലല്ലോ. കാരണം ഹദീസ് പറഞ്ഞത് അലാ സദ്രിഹി എന്നല്ലേ. അലന്റെ അർത്ഥത്തിൽ അങ്ങനെയുണ്ടല്ലോ. ഇമാമിങ്ങൾ അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ ഇമാമിങ്ങളും മുസ്ലിം ലോകവും ഒക്കെ പറഞ്ഞ ആ അർത്ഥം ഒരു ഭാഗത്തുണ്ടായിട്ട് നമ്മൾ മാത്രം എന്തിനാ പുതിയൊരു അർത്ഥം വെക്കുന്നത് എന്ന് ഒരു പക്ഷേ അബൂസഫു ആലോചിച്ച് ചിന്തിച്ചിട്ട് നിസ്കാരത്തിൽ ഇന്ന് ഇതുവരെ നിസ്കരിച്ച 5 വക്തിലും കൈ കുറച്ചും കൂടി താഴേക്കാണ് കെട്ടിയത് എന്ന് പറയാൻ വന്നതായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അദ്ദേഹം മൈക്കിലേക്ക് വന്നോട്ടെ, ഞാൻ മൈക്ക് വിട്ടു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, കേൾക്കുന്നില്ലേ? പിന്നെ ഉസ്താദ്, എനിക്ക് വിഷയത്തില് മാറ്റമുണ്ടാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നമസ്കാരത്തിൽ വയറ്റത്താണ്, പള്ളമ്മലാണ് കൈവച്ചത് എന്നുള്ള തെളിവ് കിട്ടണം. അല്ലാത്ത കാലത്തോളം ഞാനൊരു സുന്നിയായ സ്ഥിതിക്ക് എനിക്ക് എന്റെ പ്രവാചകനെ വിട്ടിട്ടുള്ള കളിയില്ല. പിന്നെ സംഗതി നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുടെ കിതാബില് തഹത്ത് സദർ എഴുതിയിട്ടുണ്ട്. അതിന് അവർ തന്നെ അതിന് മറുപടി പറയേണ്ടതാണ്. കാരണം തഹത്ത് സദർ പറഞ്ഞ സ്ഥിതിക്ക് അവരാൾ അതിന് തെളിവ് കൊണ്ടറിയും. ഏതൊരു മസാല പറഞ്ഞാലും അതിന് തെളിവ് ഹാജരാക്കണമല്ലോ. തെളിവില്ലാതെ ആരെന്ത് പറഞ്ഞാലും നമുക്കത് സ്വീകാര്യമല്ല. എനിക്കിവിടെ ഒരു പിടിവാശിയുമില്ല. തെളിവുണ്ടോ? എന്റെ നേതാവ്, എന്റെ മദ്ഹബ്, ഞാൻ ആദ്യം പറഞ്ഞു, എന്റെ മദ്ഹബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹബാണ്. ആ മദ്ഹബില് വയറ്റത്ത് പള്ളമ്മ കൈവെക്കല് ഉണ്ടോ? സ്വീകരിക്കാൻ തയ്യാറാണ്. അതിന് തെളിവ് തരികയാണ് വേണ്ടത്. അതില്ലാത്ത കാലത്തോളം എനിക്ക് എന്റെ ബോധ്യപ്പെട്ട സുന്നത്തിൽ നിന്ന് വിരമിക്കാൻ സാധ്യമല്ല. നിന്റെ കാര്യം മാത്രമല്ല, ഏതൊരു ആത്മാർത്ഥമായി നബി പരമാവധി പ്രവാചകന്റെ ചര്യ നിങ്ങളൊരു പച്ച നുണയനാ കേട്ടോ. അങ്ങനെ പറയേണ്ടി, ഒന്നാമത്തെ തവണ തന്നെ അങ്ങനെ പറയേണ്ടി വന്നതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കണേന് നമുക്ക് മടിയൊന്നുമില്ല. പക്ഷെ പറയേണ്ടത് പറയാക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ പച്ച നുണയാണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു പച്ച നുണയനെന്ന് പറയേണ്ടി വന്നത്. ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ലാന്നോ? ഇന്നലെ നിങ്ങൾ വായിച്ച കിതാബിൽ തന്നെ ഇമാമിങ്ങൾ പറഞ്ഞ തെളിവല്ലേ നിങ്ങൾ വായിച്ച്? മറ്റേ ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ലല്ലോ. ചങ്ങാതി പറയും ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഇയാൾ ഇവിടെ കൊടുന്നിട്ട് ഒരു ഷർഹ് മുസ്ലിം അല്ലേ വായിച്ച്? ആ ഷർഹ് മുസ്ലിമിൽ ഇബ്നു ഹുസൈമിന്റെ ഹദീസ് തെളിവാക്കിയിട്ടല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹു നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മീതിയാണ് കൈ വെക്കേണ്ടതെന്ന് പറഞ്ഞത്? ഇനി എനിക്കൊറ്റ ചോദ്യമുണ്ട്, അതിന് ജവാബുണ്ടെങ്കിൽ പറയും. ലോകത്ത് നിങ്ങൾ ഓതിയ ഹദീസ് ഓതിയിട്ട് കേട്ടോ, നിങ്ങൾ ഓതിയ ഹദീസ് തെളിവാക്കിയിട്ടാണ് ലോകത്ത് എല്ലാ ഇമാമിങ്ങളും നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മീതിയാണ് കൈ വെക്കേണ്ടത് എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് ഹദീസിന് അർത്ഥം കിട്ടിയത് എന്ന് ഇന്നലെ എന്റെ വിശദീകരണം കേട്ട എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും. നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാകാത്തുള്ളൂ. ഇന്ന് എന്റെ ഒരു ചോദ്യം, ഇന്ന് ജനങ്ങൾക്ക് ഈ വിഷയത്തിന്റെ രണ്ടാം ഭാഗം പഠിപ്പിക്കലാണ് ഇന്ന് എന്റെ മുറാദ്. ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇത് പഠിച്ചിരിക്കും കേട്ടോ. ഇന്നെന്റെ രണ്ടാമത്തെ ഒരു ചോദ്യം, നിങ്ങൾ ഇന്നലെ മുതൽ ഓതിയ ആ ഹദീസ് നബി ഇമാം ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാം ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ആ ഹദീസ് എല്ലാ ഇമാമിങ്ങളും ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹുസൈമിന്റെ സഹീഹിൽ അതുണ്ട്. ആയിക്കോട്ടെ, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് നിസ്കരിക്കണ സമയത്ത് നെഞ്ചത്താണ് കൈവെക്കേണ്ടത് എന്ന് പറഞ്ഞ ആധികാരികനായ ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇല്ലയോ? എന്റെ ചോദ്യം ഇതാണ്. എന്റെ ചോദ്യം വെരി സിമ്പിൾ, ഒരു പ്രശ്നമില്ല. ഇത് നിങ്ങൾ പറഞ്ഞല്ലോ സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ നിസ്കരിച്ചു എന്ന് വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ റസൂലുള്ളാഹി ഫവദഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്റ, ഇടത് കൈയിന്റെ മേൽ വലത്തെ കൈ വെച്ചു, അലാ സദ്രിഹി, തന്റെ നെഞ്ചിന്റെ അരികിൽ. അതാണ് അതിന്റെ അർത്ഥം. നെഞ്ചിന്റെ അരിക് എന്ന് പറഞ്ഞാൽ അത് നെഞ്ചിന്റെ മുകളിലും താഴെയുമാകാം. അത് വ്യക്തമാക്കാനാണ് വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു എങ്ങനെ കണ്ടത് എന്ന് വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു അറിയാം. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ നിസ്കാരം കണ്ട മറ്റു സഹാബികൾക്കല്ലേ അറിയാം. ആ സ്വഹാബികളിൽ നിന്ന് ദീൻ നേരിട്ട് പഠിച്ച ഇമാമിങ്ങൾ പറയുന്നു അലാ സദ്രിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ അരികിൽ നിന്നാണ് ഭാഷാപരമായി തന്നെ അതിന്റെ അർത്ഥം. അങ്ങനെയും അർത്ഥം അതിനുണ്ട്. ആ അർത്ഥം വരുമ്പോ അരിക് എന്ന് പറഞ്ഞാൽ മുകളിലും ആകാം താഴെയാകാം. അതുപോലെ രണ്ട് സൈഡിലും ആകാം. മുകളിലും സൈഡിലും ഒന്നല്ല, താഴെയാണ് ആ കൈ വെച്ചത്. അരിക് എന്ന് പറഞ്ഞാൽ താഴെയാണ് എന്ന് കാണിക്കാനാണ് തഹത്ത സദ്രിഹി എന്ന് ഇമാമിങ്ങളെല്ലാം അതിന്റെ വിശദീകരണത്തിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിന് അരികിൽ എന്ന അർത്ഥമുണ്ട്. ആ അരു എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തുള്ള അരുവാണ് എന്ന് കാണിക്കാനാണ് എല്ലാ ഇമാമിങ്ങളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു ചോദ്യം, നിങ്ങൾ പറഞ്ഞതുപോലെ അലക്ക് 19 അർത്ഥം നില ഞാൻ വായിച്ചല്ലോ. ആ ഇമാമിങ്ങൾ പറഞ്ഞ അർത്ഥം നല്ല ശരി.
നിങ്ങൾ പറഞ്ഞ അർത്ഥാണ് ശരി, അലക്ക് അങ്ങനെ അർത്ഥമുണ്ട് എന്ന് നെഞ്ഞത്ത് കെട്ടി എന്നാണ് ഹദീസിന്റെ അർത്ഥമെങ്കിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നെഞ്ഞത്ത് കൈകെട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. സ്വന്തം അഭിപ്രായം പറഞ്ഞ ഇമാമിങ്ങളല്ല കേട്ടോ ആവശ്യം. നീ സ്വന്തം അഭിപ്രായം നിങ്ങൾ ഇതിനെന്താ പറയാന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ പറയും ഹദീസിൽ വന്നാൽ പിന്നെ ഇമാമിങ്ങൾ അതിന് എതിരോ അനുകൂലിച്ചോ പറയേണ്ട വല്ല കാര്യമുണ്ടോ തോന്നും. അങ്ങനെയല്ല ഞാൻ ചോദിക്കണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത് നെഞ്ചത്ത് കൈകെട്ടാനാണ്, അതുകൊണ്ട് അതാണ് സുന്നത്ത്, അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പ്രാമാണികനായ ഏതെങ്കിലും ഒരു ഇമാമിനെ നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ? മൈക്കെടുത്തോളി, ആ ഇമാമിന്റെ പേര് ഇങ്ങോട്ട് കേൾക്കട്ടെ. ഉണ്ട് മുസ്ലിയാരെ, ഉണ്ട്. ഞാൻ ആദ്യമായി ഉദ്ധരിച്ച മുസ്ലിം പണ്ഡിതൻ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ബാബ് കൊടുത്തു തന്നെ, ബാബ് യദൈനി അലസ്സദ്രി ഫിസ്സലാത്തി മിനസ്സുന്ന. ആ ബാബ് കൊടുക്കുന്നിടത്തെങ്കിലും ജംബു സദർ എന്ന് അദ്ദേഹം പറഞ്ഞോ? ബാബ് കൊടുത്തോ? അല്ലെങ്കിൽ തഹത്ത സദർ എന്ന് ബാബ് കൊടുത്തോ ബൈഹഖി? ഇല്ല, അലസ്സദ്ർ എന്ന ബാബ് കൊടുത്തത്. എന്നിട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നതും. മനസ്സിലായ? ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് മൂപ്പര് പറഞ്ഞ ഇതിന്റെ അർത്ഥം തഹത്ത പൊന്നാര സഫുവോ, ബാബു കൊടുത്തതല്ല ചോദിച്ചത്. നിസ്കരിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ച എത്രേ ഇമാമിങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് പരിശോധിച്ച എല്ലാ കൺഫ്യൂഷൻ ഒക്കെ തീരുമല്ലോ. ബാബു കൊടുത്തോടത്തു അലാന്നല്ലേ കൊടുത്തത്, ആ അലക്ക് അരികിൽ നടത്തണ്ടെന്നല്ലേ നമ്മൾ ഇന്നൊക്കെ പറഞ്ഞു വെച്ചത്. പൊന്നാര ചങ്ങാതി, ബാബു കൊടുത്തോടത്ത് അലാന്നാണ് ബാബിലുള്ളത്, ഹദീസിലും അലാന്നാണുള്ളത്. അലക്ക് അരികിൽ എന്നും അർത്ഥമുണ്ട് എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്. അപ്പൊ അല എന്നുണ്ടായിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, നിസ്കരിക്കുന്ന നേരത്ത് നിസ്കാരത്തിന്റെ സൂറത്ത് പഠിപ്പിച്ച ഏതെങ്കിലും പ്രാമാണികനായ ഇമാമ് അത് പറയും. ബാബിട്ടത് വെട്ടിങ്ങിട്ടതുമല്ല. നിസ്കാരത്തിന്റെ കോലം ഇവിടെ പഠിപ്പിക്കാത്ത ഇമാമികൾ ആരാള്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മൊത്തവും നിസ്കരിക്കേണ്ട രൂപം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണം, നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ച ഏതെങ്കിലും പ്രാമാണികനായ ഇമാമ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നെഞ്ചിന്റെ മേലെ നെഞ്ചുമ്മലാണ് കൈകെട്ടേണ്ടത് എന്ന് പറഞ്ഞതുണ്ടോന്നാ ചോദിച്ചത്. ബാബയിന് മറുപടിയല്ല. കാരണം ഹദീസിലുള്ളത് എന്താണ്? അലാന്നാണ്. ബാബിലുള്ളതും അലാന്നാണ്. അലക്ക് അരികിൽ എന്ന അർത്ഥമുണ്ട് എന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തെയാണ് ലോകത്തെ മുസ്ലിമീങ്ങളായ ലോക മുസ്ലിമീങ്ങളെല്ലാവരും ആ 18 അർത്ഥങ്ങളുള്ള അലയിൽ, വിശദമായി പറഞ്ഞാൽ 18 അല്ലെങ്കിൽ 8 അർത്ഥങ്ങളുള്ള അലയിൽ അവരെല്ലാവരും അരികിൽ എന്ന അർത്ഥത്തെയാണ് ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ അലക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥമാണ് ശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് തെളിവുകൾ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ധരിച്ച തെളിവിൽ തന്നെ അതാണുള്ളത്. അതിന് പകരം ഹദീസിന് ഹെഡിങ് ഇട്ടപ്പോ ഇങ്ങനെ ഇട്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ അലാന്നാണുള്ളത്, അവിടെയും അലാന്നാണുള്ളത്. മാത്രമല്ല, ഇമാം മുസ്ലിമിന്റെ ഹെഡിങ് ഞാൻ അന്ന് വായിച്ചിരുന്നു. മുസ്ലിമിന്റെ ഹെഡിങ്ങിൽ എന്താ ഉള്ളത്? അലാന്നാണുള്ളത് അല്ല. ഇമാം മുസ്ലിം പറയുന്നത് തഹത്ത സദരി വ ഫൗക സുറ, നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മേലെ. എല്ലാവരും അങ്ങനല്ലേ പറയുന്നത്? എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ച ഇമാമിങ്ങൾ ആരെങ്കിലും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നെഞ്ഞുമ്മലാണ് കൈകെട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതോ നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മേലെയും കെട്ടണം എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അതാണ് എന്റെ ചോദ്യം. അതിന് ജവാബുണ്ടെങ്കിൽ പറയും. ഏതൊക്കെ ഇമാമിങ്ങള് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എന്റെ ബാധകമേ അല്ല. ഞാൻ മുഖല്ലിദല്ല എന്ന് എന്റെ ചർച്ചന്റെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾ പറഞ്ഞോ വിശദീകരിച്ചോ അതെനിക്ക് വിഷയമല്ല. ഞാൻ അവരെ തക്ലീദ് ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യാതെ പൊന്നാര അബൂ സഫീഹെ, ഞാൻ പറഞ്ഞത് അതിന്റെ ജവാബ് കേട്ടോളി. നിങ്ങൾക്ക് ജവാബ് പറഞ്ഞതിന് മുമ്പ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ. ഹബീബന്മാരെ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? പ്രാമാണികനായ നിസ്കാരം പഠിപ്പിച്ച ഒരു ഇമാമും ഇയാള് പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസിലുള്ള അലന്റെ അർത്ഥം നെഞ്ഞത്താണ് എന്ന് പറഞ്ഞതിന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉണ്ടെങ്കിൽ അയാൾ ഉദ്ധരിക്കൂലേ? അല്ലേ? ഇയാളോട് നമ്മളിപ്പോ എത്ര വട്ടം ചോദിച്ചു, ഏതെങ്കിലും ഇമാം അങ്ങനെ പറഞ്ഞിക്കണോ? ഒറ്റ ഇമാമും പറഞ്ഞ വിവരം മൂപ്പരെടുത്തില്ല. എന്താ കാരണം? ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല.
ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഈ അബൂ സഫീഹ് പറഞ്ഞ എന്താ നിങ്ങള്, ഈ അബൂ സഫീഹ് ഇപ്പൊ പറയുന്നത് ഇമാമിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ ആ ഇമാമിങ്ങളൊന്നും സ്വീകരിക്കണ്ട, ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് കേട്ടോ. അത് ഏറ്റവും നല്ലത്. നിങ്ങൾ അബുവിന്റെ അപ്പുറത്തിട്ട് ഒരു സഫീഹ് കണ്ടൊരു പൊന്നാമന മോന അള്ളങ്ങൾക്ക് തിന്നുണ്ടാവുമല്ലോ, മൂപ്പരോട് പറയാം കേട്ടോ, ഞാൻ പറഞ്ഞത് ഇജാണ്ട് സ്വീകരിച്ചാ മതി. പൊന്നാര ഷെഫി മോനെ, ഞാൻ പറഞ്ഞത് ഇജാണ്ട് സ്വീകരിച്ചാ മതി. അല്ലാതെ ഞാൻ പറഞ്ഞാൽ മനുഷ്യന്മാര് മാലോകരിപ്പുണ്ട് അത് കേൾക്കണ്, അവിടെ ഇല്ലെങ്കിലും ഒന്ന് കേക്ക്, നിങ്ങളെ പൊന്നാര മോനോടുണ്ട് പറഞ്ഞിട്ട് നിങ്ങളൊരു അബൂ സഫീഹ് ആണ് എന്താക്കുക. ആ ഒരു കിബിറിൽ നിങ്ങൾ ഇങ്ങനെ നിന്നോട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. മനസ്സിലായെങ്കിൽ അതാണ് അതിന്റെ മരുന്ന്. അല്ലാതെ ഈ വിടുവായത്വം പറഞ്ഞതിനൊക്കെ ഒരു കണക്കില്ലേ പൊന്നാര ചങ്ങാതി, അല്ലേ? ഇവിടെ എന്താ ചർച്ച? ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് നോക്കണ്ട, ഞാൻ മുഖല്ലിദല്ല. എന്നിട്ടോ ഹദീസ് നോക്കിയിട്ടാണ് അവൻ ഇമാമിങ്ങളെ തള്ളുന്നത്. ഹദീസിൽ എന്താ ഉള്ളത്? ഹദീസിൽ അല എന്ന പദമാണുള്ളത്. അല എന്നതിന് അരികെ എന്ന അർത്ഥമുണ്ട് എന്ന് എത്രയോ തവണ അവിടെ പറഞ്ഞു. പിന്നെയും എങ്ങനെയാണ് ഈ അലന്റെ അർത്ഥം നെഞ്ഞത്ത് കെട്ടണം എന്നാണ് നിച്ചങ്ങാതിക്ക് കിട്ടുന്നത്? അതാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ ഇമാമിങ്ങളെ തള്ളിയെന്നല്ല, മൂന്നാളെ തള്ളിയതല്ല, ലോക മുസ്ലിമീങ്ങളെ തള്ളിയിട്ടാണ് ഈ അബൂ സഫീഹ് രംഗത്ത് വരുന്നത്. ഇതിങ്ങനത്തെ ഒരു സഫീഹ് മാത്രല്ല, അങ്ങനത്തെ കുറെ സുഫഹാക്കൾ നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നു, വഹാബി സുഫഹാക്കള് കേട്ടോ. ഇപ്പൊ ഒളിഞ്ഞിരുന്നിട്ട് ഈ റൂമിൽ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ടാവും പല സഫീഹകളും അങ്ങനത്തെ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആണത്തുണ്ടെങ്കിൽ കേറി വന്നിട്ട് അങ്ങനെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട് പറഞ്ഞു തരണം, അതാണ് ഓലക്ക് ആവശ്യം. പക്ഷെ ഒറ്റ ഇമാമും അങ്ങനെ പറഞ്ഞതില്ല എന്നറിയണതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. സുഹൃത്തുക്കളെ പെട്ടുപോയതാ. എങ്ങനെ പെട്ടറിയങ്ങള്? അറബി മുൻഷിയാകാൻ പഠിക്കാൻ പോയതാ. അന്ന് പോക്കറ്റ് ഡിക്ഷണറി വാങ്ങി വായിച്ചു നോക്കപ്പോ അരക്ക് ഒരർത്ഥേ കണ്ടിട്ടുള്ളൂ. അതാണ് സത്യതാണ്. എന്നാ ഇപ്പൊ മനസ്സിലായല്ലോ അലക്ക് വേറെ അർത്ഥമുണ്ട്. പോക്കറ്റ് ഡിക്ഷണറിയിൽ അന്ന് വാങ്ങിയത്, അതിൽ അലക്ക് എത്ര അർത്ഥമുള്ളൂ? മേലേനെ അർത്ഥമുള്ളത്. അപ്പൊ നെഞ്ഞത്ത് കയ്യട്ടണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിക്കാണ്ട് ഇമാമിങ്ങളെ മുഴുവനും പുച്ഛിച്ച് തള്ളി. എന്നിട്ട് കയ്യെ നെഞ്ഞത്ത് കേട്ടിച്ചു. ഇപ്പൊ SGV ഒക്കെ തുറന്ന് ചർച്ചയൊക്കെ ഒന്ന് സജീവമായപ്പോഴാണ് ആ അലക്ക് വേറെ അർത്ഥമുണ്ടല്ലേ എന്ന് മനസ്സിലായത്. നാം മനസ്സിലാകുമ്പോണ്ടല്ലോ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാണ് എന്ന് പറയാ. അത് പറയാൻ വഹാബിയാകാതെക്കണ്ടേ? കാരണം എന്താ? അള്ളാന്റെ റസൂല് പറഞ്ഞു, അണുവോളം കിബിറ് കൽബിലുള്ളവൻ സ്വർഗത്ത് കടക്കൂല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു എന്താ കിബിറ് എന്ന് പറഞ്ഞാല് അള്ളാന്റെ റസൂല് വിശദീകരിച്ചു കൊടുത്തു. എന്താ? ബത്തറുൽ ഹഖ് വഗംതുന്നാസ്. അതന്നെ, സത്യത്തോട് എതിർത്ത് നിൽക്കുക. ഇപ്പൊ നിങ്ങൾ അതല്ലേ ചെയ്യണത്? അലക്ക് ഇത്രയും അർത്ഥമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടും നിങ്ങൾ ലോകത്തെ ഇമാമിയങ്ങളും മുസ്ലിമീങ്ങളും മുഴുവനും ഈ അർത്ഥമാണ് വെച്ചത് എന്നൊക്കെ മനസ്സിലായിട്ടും നിങ്ങൾ അതിനെതിരെ നിൽക്കുകയാണ്. ഒരു കാലത്ത് നിങ്ങൾ അത് പറഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാ. എന്താ? നിങ്ങൾക്ക് ആ അർത്ഥം മാത്രമേ അറിയുന്നുള്ളൂ. നിങ്ങൾ അല്പജ്ഞാനമാണ് ലോകത്ത് വിഭാഗീയത മുഴുവൻ ഉണ്ടാക്കിയത്. മുസ്ലിം കേരളത്തില് ഇത്രത്തോളം ശൈഥില്യമുണ്ടാക്കിയത് പുത്തൻവാദികളുടെ അല്പജ്ഞാനമാണ്. ആ അല്പജ്ഞാനം നിസ്കരിക്കുമ്പോ കൈ കെട്ടുന്ന വിഷയത്തിലും അലന്റെ അർത്ഥത്തിന്റെ കാര്യത്തിലും ഓൽക്കുണ്ടായി. അതുകൊണ്ട് ഓല് വിചാരിച്ചു അലക്ക് മേലേന്നാണ് അർത്ഥം, ആ അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു. ലോകത്തെ മുസ്ലിമീങ്ങളും മുഴുവനും അതിനെതിരെയിരുന്നു. അവർ ഈ ഹദീസ് കാണാത്തോണ്ടല്ല, നേരെ ചോദിക്ക് വിവരമുണ്ട്, അലന്റെ അർത്ഥം വേറെയുമുണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരത് പറഞ്ഞത്. നിങ്ങൾക്ക് വിവരല്ല. ആ വിവരല്ല എന്നുള്ള ആ അഹങ്കാരത്തോടെയാണ് നിങ്ങൾ ഇത്രയും കാലം നിന്നത്. അതുകൊണ്ട് മനസ്സിലായ സമയത്തെങ്കിലും ഒന്ന് തെറ്റ് തിരുത്താനുള്ള മനസ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് നന്ന്. ഇപ്പൊ ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ കേട്ടോ. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, ഈ പാതിരാക്ക് ഉറക്കൊഴിച്ചിട്ട് നിങ്ങളോടൊക്കെ ഒച്ചടണതേ സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ മാറുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിട്ടൊന്നല്ല. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, കുരുത്തക്കട് വാങ്ങി തലയിൽ ഏറ്റി വെച്ചിരിക്കണ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓൽക്കൊന്നും മാറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഗതി ഒന്നല്ല. കാരണം ഏറ്റ് ലോഡൊക്കെ ഒന്ന് ഒഴിവാക്കണമെങ്കിലേ കുറച്ച് പണി ഉണ്ടാവും. എന്നെങ്കിലേ ഹിദായത്തിന്റെ വെളിച്ചോൽക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് അത്ര പെട്ടെന്ന് സാധിച്ചോളണമെന്നില്ല. അതേ സ്ഥാനത്ത് ഈ പാതിരാക്ക് ഞങ്ങൾ ഒച്ചട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോ എത്രയോ സാധുക്കൾക്ക് പരിശുദ്ധ ദീന് മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലായിക്കോളി. സുന്നത്ത് ജമാഅത്ത് എത്രയോ സാധുക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മാത്രമാണ് ഞങ്ങളെ പ്രതീക്ഷ. ഒരാൾക്ക് മനസ്സിലായാൽ ഞങ്ങളെ ചർച്ച മുതലായി, അൽഹംദുലില്ലാ കേട്ടോ. അത് മാത്രമാണ് ഞങ്ങളെ പ്രതീക്ഷ. ഇന്നിപ്പോ ഞങ്ങള് 1-2 തവണ ഞങ്ങളോട് സംസാരിച്ചു. എന്താ ജനങ്ങൾക്ക് മനസ്സിലായത്?
ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത്? നിങ്ങൾ ഇന്നലെ ഓതിയ ഹദീസ് ഉണ്ട്, ആ ഹദീസിൽ അലുണ്ട്, അലക്ക് പല അർത്ഥമുണ്ട്. ഇന്നലെ ഇന്നോട്ട് മനസ്സിലായതാ ഞാൻ പറഞ്ഞത്, അലക്ക് പല അർത്ഥമുണ്ട്. പക്ഷെ നിങ്ങൾ ഈ അല ഓതിയിട്ട് നെഞ്ഞത്ത് കൈ വെട്ടണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞ പ്രാമാണികനായ ഒരു ഇമാമും ഇല്ല എന്ന് ഇന്നത്തെ ചർച്ചയിൽ SGBയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായി. ഇല്ല സുഹൃത്തുക്കൾ, അതെല്ലാവർക്കും മനസ്സിലായില്ലേ? അതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ ഹദീസിൽ വന്ന അല അതെ സത്യസ്ഥ മൂപ്പര് പറഞ്ഞ അബൂസഫ് പറഞ്ഞ വാദം ലോകത്ത് പ്രാമാണികനായ ഒരു ഇമാമിനും ഇല്ല എന്നിവിടെ മനസ്സിലായി. അതുകൊണ്ടാണ് മൂപ്പര് പറഞ്ഞ ഞാൻ മുക്കല്ലിദല്ലല്ലോ, ഇമാമിയങ്ങളെ ഒക്കെ കണ്ട് തള്ളുന്നു. നോക്കിങ്ങള് എന്താ ഇതിന് പറയാ, അഹന്തന്റെ ഒരു ഊക്കെ. ഇമാമിയങ്ങളെ ഒക്കെ കണ്ട് തള്ളിയിട്ട് ഞാനിങ്ങോട്ട് മുന്നേക്ക് നെളിഞ്ഞാണ്ട് നിൽക്കുന്ന പറഞ്ഞത്. എന്താണ് ഓന്റെ യോഗ്യത? എന്താ ഓന്റെ യോഗ്യത? ഓനൊരു നഹ്വുൽവാദ് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓന്റെ അടുത്തൊരു പോക്കറ്റ് ഡിക്ഷണറി ഉണ്ടാവും. അതാണ് ഓന്റെ യോഗ്യത. അയിമലാണ് ഓൻ നെളിയണത്. നോക്കണം നിങ്ങള്, അലക്ക് ഒരർത്ഥം പറഞ്ഞ പോക്കറ്റ് ഡിക്ഷണറി വായിച്ചിട്ടാണ് ഈ ചങ്ങാതിമാര് നെളിയാൻ നിൽക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമില് ഭിന്നതയും ശൈഥില്യവും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പടക്കപ്പെട്ട ഒരു വിഭാഗമാണ് നിങ്ങള്. ഇമാമിയങ്ങളെ തള്ളിപ്പറയുന്നതിന് എന്താ പറയാ, ഒരു മടിയില്ലാത്ത വിഭാഗം. ഇന്നലെ വരെ ചങ്ങാതി എന്താ പറഞ്ഞ, ഇമാം ഹദീസിനെതിരെ പറഞ്ഞു എന്നാ അല്ലെ? ഇമാമിങ്ങൾ ഹദീസിനെതിരെ പറഞ്ഞു. ഹദീസിനെതിരെ ഇമാമിങ്ങൾ പറഞ്ഞത് അല്ല. ഇമാമിങ്ങൾ ഹദീസ് ഉള്ളതേ പറയൂ, തെളിവ് ഉദ്ധരിച്ചിട്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. ഇന്നും നിങ്ങൾ തുടങ്ങിയപ്പോ പറഞ്ഞു തെളിവില്ലാതെ ഇമാമിങ്ങൾ പറഞ്ഞു. അല്ല, ഇതൊക്കെ നിങ്ങൾ പച്ച നുണ പറയാണ്. എന്നിട്ടൊരു സാധുവിനെ പോലെ അഭിനയിക്കുക. എന്നിട്ട് പറയാ എന്താ പറയാ, സാധുവിനെ പോലെ അഭിനയിച്ചിട്ട് പറയും എനിക്ക് തെളിവ് കിട്ടിയാൽ ഞാൻ അതിന്റെ കൂടക്കും, എനിക്ക് അങ്ങനത്തെ മർക്കട മുഷ്ടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സാധുവിനെ പോലെ അഭിനയിച്ചിട്ട് പച്ച നുണയും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോ സമയത്തും വരുന്നത്. ഇന്നും നിങ്ങൾ പച്ച നുണ പറയേണ്ട തുടങ്ങിയത്. നിങ്ങളെന്താ പറഞ്ഞത്? ഇമാമിങ്ങൾ തെളിവൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ ഉദ്ധരിച്ച ആ ഉദ്ധരണയിൽ തന്നെ ഇമാം നബി റളിയല്ലാഹു എന്ന് പറയുന്ന തെളിവാണ് ഇന്നലെ നിങ്ങൾ ഉദ്ധരിച്ച്, ഞാൻ ഉദ്ധരിച്ചല്ലോ, നിങ്ങൾ ഉദ്ധരിച്ച്. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അതൊക്കെ കണ്ടിട്ടുള്ള പിന്നെ നിങ്ങൾ ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇമാമിങ്ങളെ മേലിൽ പച്ച നുണ ചങ്ങാതി ഒന്ന് പറയാതിരിക്കുക കേട്ടോ. നാവ് എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ളതല്ല, അതെങ്കിലും മനസ്സിലാക്കുക. ഏതായാലും എന്താ ചെയ്യ, അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തെങ്കിലല്ലേ കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. പടച്ച റബ്ബ് നന്നാക്കി തരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാണ്. ഞാൻ മൈക്കോട്ടെ. ഇമാമിയങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? സത്യമാണ് ഞാൻ പറഞ്ഞത്. ബാബു വദഇൽ യദൈനി അല്ല വദഉഹുമാ അല സ്വദരി വദഉഹുമാ ഫൗക സുറത്തി എന്ന ഇബാറത്ത് ശർഹ് മുസ്ലിമേ വഫിൽ മസ്അലത്തി അഹാദീഥു കതീറ എന്ന് പറഞ്ഞിട്ട് വദലീലു വദഇഹിമാ ഫൗക സുറത്തി എന്ന ഇബാറത്തുള്ളത്. പിന്നെ നിങ്ങൾ വേറൊരു ഇബാറത്ത് കൊണ്ടിട്ട് എന്നോട് അർത്ഥം വെക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയത്തിന് ഞാൻ ഉദ്ധരിച്ച ആ ഹദീദ് തെളിവാക്കി അബൂസഫീഹെ അത് വായിക്ക് ബാക്കി വദലീലു വദഅഹിമാ ഫൗക സുറത്തി എന്താണ് അതിന്റെ അർത്ഥം? നെഞ്ചിന്റെ മേലെ പൊക്കിളിന്റെ മീതെ കൈവെക്കണമെന്നതിന്റെ തെളിവ് എന്താ? തെളിവ് വാക്കിയുണ്ട്, വായിക്ക് കേക്കട്ടെ. ഇമാമിയങ്ങൾ തെളിവ് പറഞ്ഞിക്കണല്ലേന്ന്. ഈ ചങ്ങാതിന്റെ തലയിൽ എന്താണ് റബ്ബേ? ചങ്ങാതി തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാ? ഇമാമിയങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. എന്നിട്ട് വായിച്ചപ്പോ എന്താ ഉള്ളത്? ഇമാമിയങ്ങൾ പറയാണ് നബി ഇമാമിന്റെ ഇബാറത്ത് ദലീലു വദഇഹിമാ ഫൗക സുറ, പൊക്കിളിന്റെ മീതെ കൈവെക്കണതിന്റെ തെളിവെന്താ? നബി ഇമാം പറയാ. അതിന്റെ വാക്കിയൊന്ന് വായിച്ചാ തെളിവിന്റെ ഹദീസ് അവിടെ ഉണ്ടാവും. എന്തൊരു നുണയനാണ് റബ്ബേ ഇതൊക്കെ. പച്ച നുണയെന്നൊക്കെ കേട്ടിക്കണം. ഇതായാലും വലിയ നുണയനാ കേട്ടോ. ഇമാമിയങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ തുടങ്ങണത്. എന്നിട്ട് നബി ഇമാമിന്റെ ഇബാറത്താണ് വായിക്കുന്നത്. അതിലെന്താ ഉള്ളത്? വദലീലു വദഇഹിമാ ഫൗക സുറ. അതിന്റെ ബാക്കി ഒന്ന് വായിച്ചാ കേക്കട്ടെ ഞങ്ങളൊന്ന്. അതിന്റെ ബാക്കി വായിക്ക്, വായിക്ക്. ودليل وضعهما فوق السرة حديث وائل بن حجر قال صليت مع رسول الله صلى الله عليه وسلم ووضع يده اليمنى على اليسرى على صدره. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മൈക്ക് കട്ട് ചെയ്യരുത്. ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അല തഹ്ത സദർ എന്ന് പറഞ്ഞിട്ട് ദലീലു വദഇഹിമാ തഹ്ത സദർ എന്നാണ് പറഞ്ഞിട്ട് ഈ ഹദീസ് കൊടുത്തിക്കണെങ്കിൽ നിങ്ങളെ വാദത്തിന് തെളിവാണ്. അതല്ലല്ലോ പിന്നെ നൈമാം ചെയ്തത്. നൈമാം ഈ ഹദീസ് കൊടുത്തത് എന്തിനാണ്?
ഫൗക്കസുറത്തിന് തെളിവായിട്ടാണ്. ഈ ഫൗക്കസുറത്ത് എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് അദ്ദേഹത്തിന് കാരണം തഹത്തസദറിന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് ദലീൽ കൊടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം അതിൽ തെളിവില്ല, തഹത്തസദറിന് ഈ ഹദീസിൽ തെളിവില്ല എന്ന് നബിമാമിന് അറിയാം. അതുകൊണ്ടാണ് ഫൗക്കസുറത്ത് എന്നുള്ള ഇബാറത്തോടെ തെരഞ്ഞെടുക്കാൻ കാരണം. ഫൗക്കസുറത്ത് എന്ന് പറഞ്ഞാൽ അത് വിശാലതമാണ്. നെഞ്ഞിന്റെ ആഖിറസുദറിലായാൽ ഞാനൊരു പോയിന്റ് പറയാന്ന് പറഞ്ഞല്ലോ. എന്നാ ഞാൻ അടുത്ത സഫാത്തും കൂടി ഉണ്ട് പ്രസവിച്ചു പോർട്ടേച്ചിട്ട് കാത്തുന്ന തന്നെയാണ് ഞാൻ കേട്ടാ. നിങ്ങൾ എന്നെ ഡോട്ടിടരുത്. ഞാനൊരു പോയിന്റ് പറയാൻ പറഞ്ഞില്ലേ, ആയിക്കോട്ടെ. അടുത്ത സഫാത്തും കൂടി ഉണ്ട് പ്രസവിച്ച് പോർട്ടേച്ച് കാത്തുന്ന നല്ലോണം നല്ല കട്ടിങ് കാനുള്ള ഒരു സഫാത്തും കൂട്ടിനാണ് ഇപ്പൊ പറ്റിക്കണത്. എന്റെ പൊന്നാര ചങ്ങാതി ഇമാമിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നാളപ്പനെ ഓപ്പൊ പറയാ, എന്താണ് പോന്റെ ഇജിത്തിഹാദ്? എന്താ ഇജിത്തിയാദ്? നോക്കി നിങ്ങൾ കേക്കി, ഇജിത്തിയാദ് കേക്കി. എന്താ എന്റെ ഇജിത്തിയാദ്? നബി ഇമാമി ഹദീസ് ഉദ്ധരിച്ചിട്ട് ഫൗക്കസുറത്തി കെട്ടണം എന്നാണ് പറഞ്ഞത്. അല്ല, സഫാഹത്ത് മുജാഹിദ് എന്താന്ന് ജനങ്ങളൊന്ന് പഠിക്കട്ടെ. അതന്നെയാണ് ഞങ്ങൾ ആവശ്യം. കേക്കിങ്ങള് നബി ഇമാമ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഫൗക്കസുറത്തി കെട്ടണം എന്നാണ് പറഞ്ഞത്. ഫൗക്കസുറത്ത് എന്താ സുഹൃത്തുക്കളെ? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? ഫൗക്കസുറ അതിന്റെ അർത്ഥം അറിഞ്ഞൊരു നടിക്ക്. ഫൗക്കസുറ എന്താ അതിന്റെ അർത്ഥം? പൊക്കിളിന്റെ മീതെ, അതെ, പൊക്കിളിന്റെ മീതെ കെട്ടണം എന്നതിനാണ് അലാ സദ്രിഹി എന്ന ഹദീസ് നബി ഇമാമ് തെളിവാക്കി പറയുന്നത്. അപ്പൊ നെഞ്ഞത്ത് കെട്ടണം എന്നാണോ നബി ഇമാമ് പറഞ്ഞത്? ആണോ? അല്ല, നബി ഇമാം അങ്ങനല്ല പറയുന്നത്. നെഞ്ഞത്ത് കെട്ടണം എന്നല്ല പറയുന്നത്, പൊക്കിളിന്റെ മീതെ കെട്ടണം എന്നാ. ഇനി കേട്ടോ, ഇനി ഇവന്റെ ജിത്യാദ് എന്താ പറയുന്നത്? അല്ലാ നബി ഇമാമ് പൊക്കിളിന്റെ മേൽ, അപ്പൊ പള്ളന്റെ മേലെ എന്ന് പറഞ്ഞാൽ പോലെ ചങ്ങാതി, പൊക്കിളിന്റെ മേലെ ഒരു പള്ളല്ലേ അല്ലേ? നെഞ്ഞത്താണെങ്കിൽ നെഞ്ചിന്റെ നേരെ താഴെയുള്ള സ്ഥലം പള്ളേ ഞങ്ങൾ പറഞ്ഞു. ആയിക്കോട്ടെ, പള്ളന്റെ മേലേക്ക് കെട്ടണം എന്നാണ് ഈ പറഞ്ഞത്. ഫൗക്കൽ ബത്തിനി എന്നല്ലേ പറയേണ്ടത്? അപ്പോഴല്ലേ നെഞ്ഞത്തുമ്മക്ക് എത്തുള്ളൂ. പൊക്കിളിന്റെ മേലെ കൈയെട്ടിയാൽ നെഞ്ഞുമ്മക്ക് എത്തുമോ? നിങ്ങളെ പൊക്കിളും നെഞ്ഞൊന്ന് കാണേണ്ട സാധനമുള്ള നബി മ്യൂസിയത്തിൽ വെക്കാൻ പറ്റില്ലോ നിങ്ങളെ പൊക്കിളും നെഞ്ഞൊക്കെ പാടെ ആജാതി പൊക്കിളാണെങ്കിൽ. പൊക്കളിന്റെ വേലക്ക് കയ്യെത്തി അങ്ങനെ നെഞ്ഞുമ്പക്കത്തല്. എന്താ ബമ്മാർക്ക് മനസ്സിലാകാത്തറപ്പേ? ഇനി കേട്ടോ, വേറെ ഒരു സഫാഹത്ത്, മണ്ടത്തരം പറയരുത് കേട്ടോ. വേറെ കേട്ടോ, ഈ പൊട്ടത്തരം എന്ന് പറഞ്ഞാലേ അതിനൊക്കെ ഒരു കണക്ക് വേണം. നബി ഇമാമ് തഹത്ത സദ്രി എന്ന് പറയാതെ ഫൗക്കസുറത്തി എന്ന് പറഞ്ഞ എന്തിനാന്നും കൂടി ഞാനോട് പറഞ്ഞുതരാം കേട്ടോ. നോണയും പറഞ്ഞു വരരുത്. നബി ഇമാമ പറഞ്ഞെന്തിലറിയോ? നബി ഇമാമ് ഇത് പറയണ കാലം വരെ ലോകത്ത് ഒരാളും നെഞ്ചത്ത് കൈകെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. മനസ്സിലാക്കിക്കോ പറഞ്ഞത്. ലോകത്ത് ഒരാളും ഒരു മുസ്ലിമും നെഞ്ചത്താണ് കൈകെട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ച് ഗണ്ണിക്കുന്നത് ഇവിടെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈകെട്ടണം എന്ന് പറയുന്ന ഷാഫി മദ്ഹബിന്റെ അഭിപ്രായത്തിന് എതിര് പറഞ്ഞ മറ്റൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്താ? പൊക്കിളിന്റെ താഴെ കെട്ടണം എന്നാ കേട്ടോ. മുസ്ലിം ലോകത്ത് ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുള്ളൂ. ഒന്ന് പൊക്കിളിന്റെ താഴെ, മറ്റത് പൊക്കിളിന്റെ മേലെ. അതാണ് അഭിപ്രായം. അതുകൊണ്ടാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പൊക്കിളിന്റെ മേലെയാണ് കെട്ടേണ്ടത് എന്നതിന്റെ തെളിവാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. ഹനഫി മദ്ഹബിൽ പറയുന്നത് പൊക്കിളിന്റെ താഴെയാണ് കെട്ടേണ്ടത് എന്ന്. അതിനെയാണ് ഇമാം നബി ഹദീസ് കൊണ്ട് ഗണ്ണിക്കണത്. അത് ചങ്ങായിക്കറിയോ? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മുസ്ലിം ലോകത്ത് നിസ്കാരത്തിൽ കൈകെട്ടുന്ന വിഷയത്തിൽ എത്ര അഭിപ്രായമുള്ളൂ? രണ്ട് അഭിപ്രായമുള്ളൂ. അത് അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. വഹാബികളുടെ മതത്തിൽ വേറെ അഭിപ്രായം ഉണ്ട്. മുസ്ലിം ലോകത്തിന് ബാധകല്ല. നെഞ്ച് വിഷയമേ അല്ല. അതാണ് പറഞ്ഞത്. നെഞ്ചത്ത് കൈകെട്ടുക എന്ന് പറഞ്ഞിട്ടൊരു അഭിപ്രായമേ മുസ്ലിം ലോകത്തില്ല കേട്ടോ. നബി ഇമാമ് ഈ ഹദീസ് പറഞ്ഞിട്ട് ഇത് പൊക്കിളിന്റെ മീതെ കിട്ടുന്നതിന് തെളിവാണെന്ന് പറയാൻ കാരണം ഹനഫി മദ്ഹബിൽ പൊക്കിളിന്റെ താഴെയാണ് കൈകെട്ടേണ്ടത് എന്ന അഭിപ്രായമുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇബന്റെ ജിത്യാദ് എന്താ? പൊക്കിളിന്റെ മേലെ എന്ന് പറയാൻ കാരണം എന്താ? നെഞ്ചിന്റെ താഴെ എന്ന് പറയാൻ ഹദീസ് പറ്റൂല എന്ന് നബി ഇമാമിന് അറിയാം. പിന്നെ പൊക്കിളിന്റെ മേലെ എന്ന് പറയാൻ പറ്റുമോ? മണ്ട. ഹേയ്, എന്തിനാണ് വെറുതെ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണത്? അതുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് വിടാണ്. അതുകൊണ്ട് ഏതായാലും ഒരു സമാധാനമുണ്ട്. ഒരു സഭാത്ത് കൂടിയിട്ട് പെറ്റ് ബോധോട്ടേച്ചിട്ട് കാത്ത് നിന്നപ്പോ നല്ല വണ്ണും വലിപ്പമുള്ള ഒന്നിനെ തന്നെയാണ് ഇപ്പൊ പെറ്റിക്കണത് കേട്ടോ. മോശം ഉണ്ടാവില്ല. കാരണം അബൂ സഫി എന്നുള്ള പേരെന്നെ
അപ്പൊ എന്തായാലും മോശം ഉണ്ടാവില്ല. പിന്നെ മുജാഹിദ് മദ്രസയിലുള്ള അത്രയും കാലം പഠിച്ചതും അതിന്റെ ഗുണം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നല്ല പോയിന്റ് തന്നെ ഇനിയും വരാനുള്ളത് കേട്ടോ. ഇനിയൊന്ന് കൊണ്ടുപോയി ലേബർ റൂമിലൊന്ന് കയറ്റിയേക്കാണ് അതിലും മണ്ണുള്ളത് പുറത്തേക്ക് വരുന്നേ. അപ്പൊ അതാണ് പിന്നെ ഈ വിഷയം, മനസ്സിലായില്ലേ? പാച്ച പൊട്ടത്തരം. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കിപ്പോ ഈ വിഷയം ശരിക്ക് പഠിഞ്ഞോ ഇല്ലേ? എനിക്കിപ്പോ അത്ര അറിയണ്ടുള്ളൂ. നിങ്ങൾക്കിപ്പോ ഈ വിഷയം ശരിക്ക് പഠിഞ്ഞോ ഇല്ലേ? അല്ലേ? അതെ അതെ. ശറഹ് മുസ്ലിമിൽ അതിന്റെ ശേഷം ഒന്ന് വായിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതൊക്കെ ഉണ്ടാ. എന്താ ചെയ്യണ ഇപ്പൊ സംഗതി അങ്ങനെയാണ്. സംഗതി നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ചിന്തിക്കാത്തോണ്ടല്ല, പക്ഷെ ഇത് അവസ്ഥ അങ്ങനെ ഭയങ്കര ഡേഞ്ചറാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ ആയിക്കോട്ടെ. കേൾവിക്കാൻ ഉസ്താദ് വന്നിട്ട് ഞാൻ മൈക്കൂടാ. അല്ല, ഞാന് മറ്റൊന്നുമല്ല, നമ്മളെ അബൂസഫു മൂപ്പര ഏതായാലും ചെയ്തിക്കണ് രക്ഷയില്ല. അതായത് ഇമാമിങ്ങൾക്കൊക്കെ തെറ്റി. ഇമാം നബീർ റളിയല്ലാഹുവിനും തെറ്റി. കാരണം നബീർ റളിയല്ലാഹുവിനൊക്കെ അപ്പറഞ്ഞ ഭാഗത്തും അല്ലാത്ത ഗ്രന്ഥങ്ങളിലും എല്ലായിടത്തും ഇമാം നബീർ റളിയല്ലാഹുവിനൊക്കെ പറഞ്ഞിരിക്കണ എങ്ങനെ? പിന്നെ നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മാത്രല്ല, അത് വ്യംഗമായി അബൂസഫും സമ്മതിച്ചല്ലോ. ലോകത്ത് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു ഇമാമും ഈ കാലം വരെ എന്ത് ചെയ്തിട്ടില്ല, നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത് പിന്നെ നെഞ്ഞിമ്മലാണെന്നോ അല്ലെങ്കിൽ നെഞ്ഞിന്റെ താഴെ മേലെയാണെന്നോ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല. അദ്ദേഹം പിന്നെ ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി പറഞ്ഞെന്താണ്, ബൈഹഖിയിൽ എന്തുണ്ട്, അലാന്നുണ്ട്. അത് ഹദീസിൽ തന്നെ ഉള്ളതല്ലേ, ഹദീസിലും അലുള്ളതല്ലേ. പക്ഷെ ആ അലക്ക് മേലെ എന്നാണ് അർത്ഥം എന്ന് ആര് തീരുമാനിച്ചു? അത് അബൂസഫും അതുപോലെ തന്നെ കുറച്ച് പൊട്ടന്മാരായ മുജാഹിദ് മൗലവിമാരുണ്ട് നാട്ടില്, അവരാണ് തീരുമാനിച്ചാണ്, വേറൊന്നുമില്ല. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ഇന്നലെ ചോദിച്ചപ്പോഴും ഇന്ന് ഉസ്താദ് ചോദിച്ചപ്പോഴൊക്കെ നീണ്ട നോ എന്നടിക്കുന്നുണ്ടായിരുന്നു നമ്മളെ ജമാൽ കൊടുവള്ളി. അപ്പൊ മൂപ്പരെടുത്ത് ഏതായാലും ഇപ്പൊ അബൂസഫുവിന്റേത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമ്മളൊന്ന് ഈ ജമാൽ കൊടുവള്ളിക്കൊന്ന് കൊടുത്തു നോക്കുക, അതൊന്ന് പറയാൻ വേണ്ടിട്ട് ഉസ്താദെ. ജമാൽ കൊടുവള്ളിക്ക് ഇപ്പൊ എന്താണ് ഇതിൽ പറയാനുള്ളതെന്നൊന്നും അറിയാം നമുക്ക്. അബൂസഫ് ഒന്ന് വിശ്രമിക്കട്ടെ, മൂപ്പർക്ക് രക്ഷ പോരാ. ആ പറഞ്ഞെങ്ങനെ ആവർത്തിക്കുകയാണ് മൂപ്പരുടെ വാദം എന്താ പറഞ്ഞാല്, ഈ ഇമാമിയങ്ങളെക്കാളും ഈ ഇമാം നബീർ റളിയല്ലാഹുവിനെക്കാളും മറ്റു കഴിഞ്ഞു പോയ ഈ 1400 കൊല്ലത്തിനിടക്ക് കഴിഞ്ഞു പോയ മഹാന്മാരെക്കാളൊക്കെ വിവരമുള്ള ആളാണ് ആര്? അബൂസഫൂന. ഇമാം നബീർ റളിയല്ലാഹുവിന്റെ ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ തെറ്റുകൂടാതെ വായിക്കാൻ പോലും ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. അത് നിങ്ങളാരും മറക്കരുത് ശ്രോതാക്കള്. ഇന്നലെയൊക്കെ മിനിഞ്ഞാന്നൊക്കെ കോട്ടൂർ ഉസ്താദ് അത് തിരുത്തി കൊടുത്തതാണ്. അഥവാ ഇമാം നബീർ റളിയല്ലാഹുവിന്റെ ശറഹുൽ മുസ്ലിമിൽ നിന്നുള്ള ഭാഗങ്ങൾ അറബി ഗ്രാമർ അനുസരിച്ച് തെറ്റാതെ വായിക്കാൻ പോലും കഴിയാത്ത ഒരാള് ഇമാം നബീർ റളിയല്ലാഹുവിനൊന്നും തിരിഞ്ഞിട്ടില്ല, ഇമാം ഷാഫി റളിയല്ലാഹുവിന് തിരിഞ്ഞിട്ടില്ല, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് തിരിഞ്ഞിട്ടില്ല, മാലിക് പിന്നെ അനസ് റളിയല്ലാഹുവിന് തിരിഞ്ഞിട്ടില്ല, ഇവർക്കാർക്കും അബൂ ഹനീഫ റളിയല്ലാഹുവിന് തിരിഞ്ഞിട്ടില്ല. അവർക്കൊക്കെ മനസ്സിലാകാത്ത കാര്യം ആർക്ക് മനസ്സിലായി? അബൂസഫൂനും കേരളത്തിലെ 4 മുർച്ചുത്തി മൗലവിമാർക്കും മനസ്സിലായി എന്നാണ്. എന്നിട്ട് അവര് പറയാണെന്ത്, അവിടെ അലക്ക് മേൽ എന്നാണ് അർത്ഥം. അത് ആര് പറഞ്ഞതാന്ന് വെച്ചിട്ട് പറയാനില്ല. അലക്ക് ഒരുപാട് അർത്ഥമുണ്ടല്ലോ, അത് ഇന്ന അർത്ഥമാണ് ഇവിടെ എന്ന് നിജപ്പെടുത്താൻ ആര് പറഞ്ഞു? അത് ഇതിന് ഇവിടെ ഈ അലക്ക് ഇന്നതാണ് അർത്ഥം എന്നുള്ളത്, ആ അല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്നുള്ളത് അത് പറയാനില്ല. അത് ഞങ്ങളാണ് പറയുന്നത്. ഞങ്ങളാണ് പറഞ്ഞ ഞങ്ങളൊക്കെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അതായത് അബൂസഫ് അടക്കമുള്ള
സുഫഹാവിനെ, വിവരദോഷികളെ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? തഖ്ലീദ് ചെയ്തു കൊള്ളണം. മഹാന്മാരൊന്നുമില്ല, ഇമാമികളൊന്നും തഖ്ലീദ് ചെയ്യൂല. ഇമാമിങ്ങളൊക്കെ തിരസ്കരിച്ചിട്ട് അബൂസഫു എവിടുന്ന നിങ്ങൾക്ക് ഹദീസ് തന്നെ കിട്ടുക? ഇപ്പൊ നിങ്ങൾ വായിച്ചത് അത് ഹദീസാണെന്ന് തന്നെ എങ്ങനെ സ്ഥിരപ്പെടുക? അതിനും വേണ്ട ഇമാമിങ്ങളെ കാലുപിടിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. വായിക്കുന്നത് അത് ഹദീസാണ്, അതിനെന്താ തെളിവ്? അത് ഇമാമിങ്ങൾ പറഞ്ഞത്. അല്ലാതെ അതിനങ്ങേപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക കഴിയോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? മാന്തി നോക്കാൻ പറ്റുമോ? ഒന്നും നിർവാഹമില്ലല്ലോ. ലാബിൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. എന്നിട്ടോ ആ ഇമാമിങ്ങളെക്കാളൊക്കെ തിരിഞ്ഞത് പിന്നെ അവർക്കാണ്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അബൂസഫൂനെ പോലുള്ള ബുദ്ധി ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണമല്ലോ. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ നിങ്ങളെ മാതിരിയുള്ള അത്തരം ബുദ്ധിയൊന്നും അല്ലാഹു തആല നമ്മക്കാർക്കും തരാതിരിക്കട്ടെ, ഈ ശ്രോതാക്കൾക്കും. ഏതായാലും ഞാൻ കൊട്ടൂസ്ഥാനോട് ചോദിക്കണേ, നമ്മളെ ജമാൽ കൊടുവള്ളിക്കൊന്ന് കൊടുത്തു നോക്കുക. മൂപ്പര് ഇന്നലെയും ഉസ്താദ് പറയുമ്പോ ഒക്കെ നോന്ന് നീട്ടിയടിച്ചിരുന്നു. ഇന്നും കണ്ടു മൂപ്പര് എന്നിട്ടിട്ട് കുറെ അടിക്കുന്നുണ്ട്. ജമാൽ കൊടുവള്ളി അബൂസാഫൂനേക്കാളും കുറച്ചുകൂടിയൊക്കെ ബെറ്ററാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ഒരാളാണ്. മാസ്റ്ററെല്ലാം മനസ്സിലായാൽ മൂപ്പര് ഈ രൂപത്തില് എന്താ പറയാ, അബൂസാഫൂന്റെ മാതിരി ഉള്ളൊരു അഭിനയിക്കാറില്ല. അപ്പൊ ഏതാണെങ്കിലും നമ്മൾക്ക് ഈ വിഷയത്തില് ജമാൽ കൊടുവള്ളിക്ക് എന്താ പറയാനുള്ളതെന്ന് ഒന്നറിയാം. ഞാൻ മൈക്ക് വിട്ടു. ജമാൽ കൊടുവള്ളി മൈക്ക് എടുക്കട്ടെ. അപ്പോ കൈകെട്ടുന്ന വിഷയമല്ല. അപ്പൊ അല എന്ന പദത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. അരികിൽ എന്നും അതിന് അർത്ഥമുണ്ട് എന്നതൊക്കെ ശരിയാണ്. അല എന്നതിന്റെ അർത്ഥം അനുസരിച്ച് കൈ നെഞ്ചിന്റെ ഏത് ഭാഗത്താണ് വെക്കേണ്ടത് എന്നതാണല്ലോ ചർച്ച. ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ട് വിഭാഗവും അല്പം ഒരു ദുർവാശി ഈ വിഷയത്തിൽ കാണിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്ന് അംഗീകരിച്ചാൽ തന്നെയും അത് കഴുത്തിലേക്ക് എത്തുകയില്ലല്ലോ. ചില ആളുകളൊക്കെ, ചില മുജാഹിദ് സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും കഴുത്തിലേക്ക് അധികം മുകളിലോട്ട് കയറ്റി കെട്ടാറുണ്ട്. അതുകൊണ്ടായിരിക്കാം, അത് കണ്ടത് കൊണ്ടായിരിക്കാം ചില സുന്നികൾ ഓലൊക്കെ കുറച്ച് മേലോട്ടല്ല, ഞാനൊരു ഫൂട്ട് താഴോട്ടാക്കുകയാണ് എന്ന് കരുതി ഞാൻ തോടിന്റെ അത്ര താഴോട്ട് ഇറക്കുന്നുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. അല എന്നതിന് മുകളിൽ എന്ന പദം അംഗീകരിച്ചാൽ, എന്ന അർത്ഥം അംഗീകരിച്ചാൽ തന്നെയും നെഞ്ചിന് തൊട്ട് മുകളിലാണ് വരിക. തഹ്ത എന്ന് അംഗീകരിച്ചാൽ, താഴെ എന്ന് അംഗീകരിച്ചാൽ തന്നെ നെഞ്ചിന് തൊട്ട് താഴെയാണ്. അത് തോടിലേക്കും വരില്ല, കഴുത്തിലേക്കും വരില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അലക്ക് അങ്ങനെ ഈ തൊട്ടുമുകളിൽ നിന്ന് അർത്ഥം എവിടെയുള്ളത്, എവിടുന്ന് കിട്ടിയത് ഞാനത് ചോദിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ബാക്കി ഉസ്താദ് ചെയ്യും. തൊട്ടുമുകളിൽ. പിന്നെ നിങ്ങൾ പറഞ്ഞു കഴുത്തിന്റെ അവിടെ കേട്ടാൻ പാടില്ല. അലക്ക് ഫൗക്കാന്ന്, മേലെ എന്നുള്ള അർത്ഥമുണ്ട്. ഫൗക്കാന്ന് തന്നെ ഉണ്ട് കേട്ടാ. നിങ്ങൾ അറബിക് ഡിക്ഷണറി ഒക്കെ എടുത്തു നോക്കി, ബഹർ മുഹിത്തൊക്കെ അതൊക്കെ എടുത്തു നോക്കി. അതിൽ കാണുന്നത് അലക്ക് ഫൗക്കാന്ന് തന്നെ അർത്ഥമുണ്ട്, മേലേന്ന്. അപ്പൊ നെഞ്ചിന്റെ മേലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിക്ക് കെട്ടണം. നെഞ്ചിന്റെ മേലെ, പിന്നെ അതിന്റെ മേലെ കണ്ടിട്ടുള്ളത് കഴുത്തല്ലേ, അവിടെ തന്നെ കെട്ടേണ്ടത്. അതിലൊന്നും കുറ്റപ്പെടുത്താനില്ല. പക്ഷെ ഈ തൊട്ടുമേലെ, അങ്ങനെ ഈ ഒരു തൊട്ടു എവിടെ അർത്ഥം പറഞ്ഞു? നിങ്ങൾ ഏത് ഡിക്ഷണറിയിലാണ് അലക്ക് തൊട്ടുമേലെ എന്ന അർത്ഥം കണ്ടത്? അതൊന്ന് നമുക്കും അതൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഡിക്ഷണറിയെ ഒന്ന് പറഞ്ഞു തന്നാല് ജമാൽ, ഞാൻ മൈക്ക് വിട്ടു. തൊട്ടു എന്നതിനുള്ള തെളിവാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഞാനത് വായിക്കാൻ പോയതാണ്, അപ്പോഴേക്കാണ് നിങ്ങളുടെ ഡോട്ടിട്ട് മാറ്റിയത്. പിന്നെ ഷാഫി മദ്ഹബിൽ തന്നെ ഈ വിഷയം ഒരു ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. വൽ ഹിക്മതു ജഅലിഹാ തഹ്ത സദ്രിഹി അൻ യകൂന ഫൗഖൽ ഖൽബ്. അത് ഹൃദയത്തിന്റെ മുകളിലാവുക എന്നതാണ്. ഇനി ഫതുൽ ബാരി അതിനെ ഒന്നുകൂടി വ്യക്തമാക്കുന്നു. അൽ ഖൽബു മൗളിഇൻ നിയ്യതി വൽ ആദതു അന്ന മൻ ശാഅ അലാ ഹിഫ്ളി ഷൈഇൻ ജഅല യദൈഹി അലൈഹി. അപ്പൊ നമ്മളൊക്കെ ഒരു പോക്കറ്റിൽ പേഴ്സൊക്കെ ഇട്ടുങ്ങാന് അല്ലെ പൈസ ഒക്കെ വെച്ചുങ്ങാന് ഓടുന്ന സമയത്ത് അത് വീണ് പോകാതിരിക്കാൻ വേണ്ടി ആ പോക്കറ്റിന്റെ മുകളിൽ കൈവെക്കാറുള്ള പോലെ നമ്മുടെ ഹൃദയത്തിലാണ് നമ്മളുടെ നിയ്യത്ത്, നമ്മളുടെ ഖുശൂ, നമ്മളുടെ ഭക്തി, നമ്മളുടെ പിന്നെ ആ രൂപത്തിലുള്ള നമ്മളുടെ വികാരങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലാണുള്ളത്. അതിനെ പ്രതീകാത്മകമായി പൊത്തിപ്പിടിക്കുക എന്നതാണ്
പിന്നെ ഷാഫി മദ്ഹബിലെ പോലും പണ്ഡിതന്മാർ അംഗീകരിക്കുന്നത്. ആ ഒരു വീക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാലും അതെന്തായാലും ഇടാവില്ല, പള്ളമലാവില്ല. കാരണം പള്ളമൽ നിങ്ങൾ അല്ല, ഇപ്പൊ നിങ്ങളെ ഗവേഷണമാണല്ലോ. ഞാൻ ചോദിച്ചതല്ല, അല എന്ന വാക്കിന് തൊട്ടുമേൽ എന്ന് ഏത് ഡിക്ഷണറിയിലാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്, എവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്നാ ചോദിച്ചത്. ഹൃദയം എവിടെയാണ്? അത് പല കാരണങ്ങളും പലരും പല യുക്തികളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നേരത്തെ ഇവിടെ വായിച്ചല്ലോ. പിന്നെ ഹദീസിൽ തന്നെ വന്നിട്ടുമുണ്ട്, ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. തഹ്ത സദ്രിഹി ഇമാം ഖസ്തല്ലാനി അവിടുത്തെ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഇർഷാദു സാരി മർസൂഖ് 2ാം വാള്യത്തില് അവിടെ അന്നഹു വലാഹുമാ തഹ്ത സദ്രിഹി എന്നുണ്ട്. കണ്ടോ? തഹ്ത സദ്രിഹി. ഞാൻ ചോദിച്ചത് അതല്ല, ജമാലിനോട് ഈ അലക്ക് തൊട്ടുമേലെ എന്ന് അർത്ഥം എവിടെയുള്ളത് എന്നാ ചോദിച്ചത്. ഷാഫി മദ്ഹബിലെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെ ചർച്ച ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? അതേസമയം അല എന്ന ആ പദത്തിന് തൊട്ടുമേലെ എന്ന് എവിടെയാണ് അർത്ഥമുള്ളത്? ഞാൻ മൈക്കൂട്ട്. ആ അർത്ഥമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല എന്നതിനും തഹ്ത എന്നതിനുമെല്ലാം വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ തന്നെ അതിന് ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾ കീശയിൽ പൈസ ഇട്ട് ഓടുന്ന സമയത്ത് കീശന്റെ തൊട്ട് മുകളിലാണ് വെക്കുക, അതോ കഴുത്തിലാണ് കൈ വെക്കുക? അല്ല, കീശന്റെ അടി. അല്ല, ഞങ്ങൾ ചിന്തിക്കലൊക്കെ എന്താണ്? തലകൊണ്ടാണ്. തലച്ചോറില്ലാത്തവർക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ തലയിലാണ് കൈയ്യേട്ടേണ്ടത്. അപ്പോ കാരണം എന്താ? ഹൃദയം മാറ്റിവെക്കില്ലേ സുഹൃത്തുക്കളെ? ഹൃദയം മാറ്റിവെക്കലില്ലേ? ഹൃദയം മാറ്റിവെച്ചോന്റെ പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെയാണോ പിന്നെ ഈ വെച്ചോൻ കിട്ടല്? അല്ലല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ ഹെഡ് എവിടെ? തലച്ചോറാണ്. എന്നാ അപ്പൊ ഇനി തലയെ കെട്ട് നമ്മൾ വേണ്ടത്? അത് വേറെ വിഷയവും. ഇപ്പൊ അതല്ല ചോദിച്ചത്. അല എന്ന ആ വാക്കിന് തൊട്ടുമേലെ എന്ന അർത്ഥമുണ്ടോ? അങ്ങനെ ഏത് ഡിക്ഷണറിയിലാ ഉള്ളത്? ഉണ്ടെങ്കിൽ ആ ഡിക്ഷണറിയുടെ പേര് പറയാനാ പറഞ്ഞേ. ഞാൻ മൈക്കൂട്ടു. ഡിക്ഷണറി അർത്ഥം പറയാൻ പറ്റില്ല, ഇമാമുകളെ അംഗീകരിക്കണമെന്നല്ല ഇത്രയും നേരം ഇവിടെ പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇമാമിന്റെ വീക്ഷണം പറയുന്നത്. അതുകൊണ്ടാണ് അല്ല, ഇമാമിയങ്ങൾ നമ്മൾ മാറ്റി നിർത്താൻ നിങ്ങൾ സ്വീകരിക്കൂലല്ലോ. അത് നിങ്ങൾ സ്വീകരിക്കൂലല്ലോ. ഇമാമിയങ്ങളിലാ ഞങ്ങള് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഇവിടെ നേരത്തെ വായിച്ച ആളും പറഞ്ഞില്ലേ? നേരത്തെ ഇവിടെ എന്ത് ചെയ്തു പറഞ്ഞു? ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷാഫി മദ്ഹബിലെ ഇമാം നബി റളിയല്ലാഹു അൻഹും ഇമാം റാഫി റളിയല്ലാഹു അൻഹും ആ 2 മഹാന്മാരും ഏകീകരിച്ചാൽ ഷാഫി മദ്ഹബിന് പിന്നെ വേറൊരു അഭിപ്രായത്തിന് പ്രസക്തിയേയില്ല. അവര് 2 ആളും ഏകീകരിച്ച് പറഞ്ഞിട്ടുള്ളത് നെഞ്ചിന് താഴെ പൊക്കിളിന് മീതെ എന്നാണ്. നെഞ്ചിന് താഴെ പൊക്കിളിന് മീതെ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അത് ഞങ്ങൾക്കറിയാലോ. പിന്നെ അതേസമയം അല എന്നതിന് നിങ്ങളൊരു അർത്ഥം പറഞ്ഞു, തൊട്ടുമേലെ. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് ഡിക്ഷണറിയിലാണുള്ളത് എന്നൊന്ന് പറഞ്ഞു തന്നാൾ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മൈക്കൂട്ടു. ഏതായാലും ഷാഫി മദ്ഹബിലെ ഇബാറത്ത് നിങ്ങൾ ഏറെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ കൈ വെക്കുന്ന സ്ഥലം ഇല്ല, കളവ് അറിയരുത്. ഞങ്ങൾക്ക് ഒരലോസരവുമില്ല. അതൊക്കെ എന്താണെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? മഹാന്മാര് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ അഹ്ലെ ഹദീസിന്റെ ആളായ സഹറാൻപൂരി ബദലുൽ മജ്ഹൂദിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ഈ നെഞ്ഞിമ്മൽ വെക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ എല്ലാ മദ്ഹബിനും വിരുദ്ധമാണ്, മുസ്ലിമീങ്ങളുടെ ഇജ്മാഇനെതിരാണ് എന്നാ ബദലുൽ മജ്ഹൂദിൽ പറഞ്ഞത്. മനസ്സിലായോ? അതിന്റെ 4-ാം വാല്യത്തില്
ഖാരിഖുൽ ഇജ്മാഇഹിം ആണോ? മുസ്ലിം ലോകത്ത് അങ്ങനെ എന്തില്ല, നെഞ്ഞുമ്മൽ വെക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ ഇല്ല എന്ന്, അങ്ങനൊരു സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്തോ താബിഈകളോ കഴിഞ്ഞ കാല മഹാന്മാരോ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾ അംഗീകരിക്കുന്ന സഹറാൻപൂരി തന്റെ ബദലുൽ മജ്ഹൂദിൽ പറഞ്ഞിരിക്കുന്നു. ആണോ? അവിടെ അതാ മറ്റേത് നമ്മുടെ അടിച്ചിരിക്കുന്നത്, ചെറുപുസ്തകം അടിച്ചിരിക്കണ് എന്ത്, വയദഉഹുമാ തഹ്ത സദ്രിഹി, അവിടെ തഹ്ത സദ്രിഹിന നെഞ്ചിന്റെ താഴെയാണത്. മനസ്സിലായില്ലേ? അതിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ താഴെയാണ്. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോ എന്തില്ല, അങ്ങനെ ഒരു മേലെ എന്ന് അല്ലെങ്കിൽ തൊട്ടുമേലെ, നിങ്ങളെ വകയാണത്, തൊട്ടുമേലെ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഒരർത്ഥം അതിനില്ലേ ഇല്ല. ആ പറഞ്ഞ എല്ലാ മഹാന്മാരും പറഞ്ഞത് തഹ്ത സ്വദിരിഹീന അർത്ഥം പറഞ്ഞത്. അപ്പൊ നെഞ്ഞിന്റെ അരികെ, അതിന്റെ താഴെ എന്ന് പറഞ്ഞാൽ പച്ച വിട്ടല്ല, അതിന്റെ അരികെ. അതേസമയം തൊട്ടുമേലെ എന്നത് നിങ്ങളെ വക കൂട്ടിയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്. എവിടെയാണ് അങ്ങനെ അർത്ഥം? വേണ്ട, ഏത് ഭാഷാ ഡിക്ഷണറിയിലാണുള്ളത് അങ്ങനെയുള്ളത്? അലക്ക് തൊട്ടുമേലെയെന്ന് നിങ്ങൾ വായിച്ച ആ ഉദ്ധരണികളൊന്നും തൊട്ടുമേലെ എന്ന അർത്ഥം കൽപ്പിക്കപ്പെടാൻ പറ്റുന്നതല്ലല്ലോ. തൊട്ടുമേലെ എന്ന് കൽപ്പിക്കപ്പെടാൻ പറ്റുന്നതല്ല. മനസ്സിലായോ? ഞാൻ മൈക്കൂട്ടു. നെഞ്ചിന് മേലെ എന്ന് പറഞ്ഞാൽ തലയിൽ മൂർധാവ് കെട്ടിയാലും നെഞ്ചിന് മുകളിൽ തന്നെയാണ്. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. പിന്നെ ഇവിടെ അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെ കെട്ടിയാലും അങ്ങനെ തന്നെയാണ്. മേലെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. കഴുത്ത് കെട്ടിയാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് മുജാഹിദ് ചെയ്യണതും. അങ്ങനെ ചെയ്യേണ്ടത്. തലി കെട്ടിയാലും മേലെന്നറിയാ, തലയെ കെട്ടിയാലും മേലെന്ന് പറയാ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ തന്നെ കെട്ടണം. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? കുറെ മുജാഹിദുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പിന്നെ കഴുത്തിന് താടന്റെ ഓട്ടിലാക്കിയിട്ട് അങ്ങോട്ട് കെട്ടുന്നുണ്ട്. അത് അവരോട് പറയുന്നത് അല്ല, മേലെ നിറഞ്ഞത് നമ്മൾ ചിന്തിക്കണതൊക്കെ കാര്യമായി നമ്മളെ തലച്ചോറൊക്കെ ഉള്ളത് തലന്റെ ഉള്ളിലാണല്ലോ, മേലെയല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഗ്രഹിക്കുന്നതും ഒക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? തലച്ചോറാണല്ലോ, അല്ലേ? ശരീര ആന്തരിക അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലച്ചോറാ. കാരണം എന്താ? അതിനൊരു ഒരു സൂചിയുടെ മുനയുടെ കതിര് കണ്ടിട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ പോലും മനുഷ്യനെന്താവും? അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ പിന്നെ തളർന്നു വീഴുകയോ അബോധാവസ്ഥയിൽ പോവുകയോ ഒക്കെ ചെയ്യും. നേരെ മറിച്ച് ഹൃദയം അങ്ങനെയല്ല. ഹൃദയം മാറ്റിവെക്കലും ശസ്ത്രക്രിയ നടത്തലും, ഹൃദയം മാറ്റിവെച്ചിട്ട് ജീവിക്കുന്ന ആളുകളില്ലേ ഇപ്പോ? ഹൃദയം മാറ്റിവെച്ചിട്ട് ജീവിക്കുന്ന ആളുകളില്ലേ സുഹൃത്തുക്കളെ? അല്ലേ? അപ്പൊ വേറൊരാളെ ഹൃദയം, ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മളെ പിന്നെ അബൂസാഫുവിന്റെ ഹൃദയങ്ങാനും വേറൊരാൾക്ക് വെച്ച് നിൽക്കുക. എന്നാ അബൂസാഫു പറഞ്ഞമായി ഈ ജാതി മണ്ടത്തരായാലും പറയോ? ഇല്ല. എന്താ കാരണം? ഇതിന്റെയൊക്കെ ഹെഡ് അത് തലയാണ്, തലച്ചോറാണ്. അപ്പൊ അതനുസരിച്ച് തലയെ കെട്ടണം നമ്മള്, തീർച്ചയായിട്ടും. അപ്പൊ ഈ ഹദീസ് അനുസരിച്ച് വളരെ ഫിറ്റാകുകയും ചെയ്യും. കാരണം എന്താ? നെഞ്ചിന്റെ മേലെ എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ മേലെ തന്നെയല്ലേ കഴുത്തും തലയുള്ളത്. കഴുത്തിലേതായാലും കെട്ടാൻ പറ്റൂല. പിന്നെ സുഖമായിട്ട് കെട്ടാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്? തലയാണ്. അതുകൊണ്ട് മുജാഹിദുകളൊക്കെ എന്ത് ചെയ്യണം? തലമ്മ കെട്ടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ മൈക്കൂട്ടു. നേരത്തെ പിന്നെ ഹൃദയം നെഞ്ചിന് തൊട്ട് താഴെയാണ് എന്ന് താങ്കൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഓർക്കുന്നുണ്ടോ? എന്നാൽ ഖുർആൻ പറയുന്നത് എവിടെയാണ്? ഖുർആൻ പറയുന്നത് ഫഇന്നഹാ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. ഫിസ്സുദൂർ എന്താ? ഫിസ്സുദൂർ എന്ന് പറഞ്ഞാല് സദറിന്റെ ഉള്ളിലാണ് ഹൃദയം. അത് ഖുർആൻ പറയണമെന്നില്ല, ഇവിടെ ലോകത്ത് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ കൈ കെട്ടുന്ന സ്ഥലം സ്കാൻ
ഞങ്ങൾ കൈകെട്ടുന്ന മഹാന്മാര് പറഞ്ഞതുപോലെ തഹത്തസുദിരിയും നെഞ്ചിന്റെ താഴെ, നെഞ്ചിനോട് ആ നെഞ്ചിന്റെ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടത്തെ മുലയുടെ ഭാഗത്താണല്ലോ ആട്ടുള്ളത്, അതിന്റെ താഴെക്കായിട്ട്, അതിന്റെ അടുത്ത്, അതിന്റെ മേലല്ല, അതിന്റെ അരികത്ത്, അതാ തഹത്ത് എന്ന് പറയുന്നത്. പിന്നെ സ്വദർ എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ളത് അത് വിശാലമായ ഒരു ചർച്ചയാണ്. മനസ്സിലായോ? സദർ എന്ന് പറയുന്നത് അവൻ വേണമെങ്കിൽ പഠിച്ചു വെച്ചോ ജമാലെ. സദർ എന്ന് പറയുന്നത് 2-3 അർത്ഥത്തിൽ പറയുന്നതിൽ അതിന്റെ വിശാലമായ അർത്ഥം ഈ വാരിയെല്ലുകളുടെ ഇടയിൽ വരുന്ന ഭാഗം എന്നാ. വാരിയെല്ല് കൂടി നിൽക്കുന്ന ഭാഗം എന്നല്ല, വാരിയെല്ലുകളുടെ ഏറ്റവും ചെറുതില്ലേ? മനസ്സിലായോ സുഹൃത്തുക്കളെ? നമ്മളുടെ ഈ 2 സൈഡിലും ആ വാരിയെല്ലുകള് താഴേക്ക് ചെറുതല്ലായിരിക്കും. അതിന്റെ നേരം കണ്ടുള്ളത് അതൊക്കെ എന്താണ്? സദറിൽ പെട്ടതാ. അല്ലാതെ ഈ മുന്നിലുള്ള ഈ വലിയ വാരിയെല്ലുകൾ മാത്രം കൂടി ചേർന്ന ഭാഗമല്ല, അതിന്റെ താഴേക്കുള്ള ഭാഗവും സദർ എന്നതിൽ പെട്ടതാണ്. മനസ്സിലായോ? അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭാഷാ പണ്ഡിതന്മാരും മഹാന്മാരും ഒക്കെ അതൊക്കെ ഖുർആൻ വ്യാഖ്യാനത്തിലും അല്ലാത്തതിലും എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടിയിലുള്ള ചെറിയ വാരിയെല്ലുകൾ അതടക്കം ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളാണ് സദർ എന്ന് പറയുന്നത്. മനസ്സിലായോ ജമാലെ? അപ്പൊ നോക്ക്, ജമാലിന്റെ ചെറിയ വാരിയെല്ല് എവിടെയുള്ളത് എന്ന് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ മനസ്സിലാണില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളെ എല്ലാവരുടെയും 2 കൈയും 2 സൈഡിലും ഈ വാരിയെല്ല് അവസാനിക്കുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് നോക്കാട്ടെ, എവിടെയെന്ന് കാണില്ലേ? ഇസ്ലായിക്ക് പിന്നെ വാരിയെല്ലില്ല. ഇത്രേ ഇസ്ലായിക്ക് വാരിയെല്ലില്ല എന്നാ പറഞ്ഞത്. ഇവര് പറഞ്ഞു വാരിയെല്ലില്ലാന്ന്. ബാക്കിയുള്ളവർക്കൊക്കെ അല്ലേ വാരിയെല്ല്? വാരിയെല്ല് തന്നെയല്ലേ പറയല്? അത് വേറെന്തെങ്കിലും പറഞ്ഞവരുണ്ടോന്ന് എനിക്കറിയില്ല. ആ നട്ടെല്ലാം അവർക്ക് പണ്ടേയില്ല, ഇപ്പൊ വാരിയെല്ലും ഇല്ലാന്നാ പറഞ്ഞത്. കണ്ടോ? അപ്പൊ അത് ഉൾപ്പെടുന്ന ഭാഗമാണ്. അതൊക്കെ ഉൾപ്പെടുന്ന ഭാഗമാണെന്ത്? ഈ പിന്നെ വാരിയെല്ലുകൾ ഉള്ളിലുള്ള ഭാഗത്തിന് മൊത്തം പറയുന്നതാണെന്ത്? സദർ എന്ന് പറയുന്നത്. മനസ്സിലായോ ജമാലെ? അത് നോക്ക് എവിടെയാണ്. ഇനിയിപ്പോ നിങ്ങളുടെ പിന്നെ ആർട്ടുള്ള ഭാഗം തന്നെ നോക്കുക, ഇടത്തെ ഭാഗം. അവിടെ ഈ വാരിയെല്ല് എവിടെയാണ് അവസാനിക്കണമെന്ന് ഒന്ന് നന്നായിട്ട് തപ്പി നോക്ക്. അപ്പൊ മനസ്സിലാവും. മനസ്സിലായോ? അപ്പൊ അത് സദറിന്റെ അർത്ഥമൊന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ പഠിപ്പിക്കണ്ട. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അൽഹംദുലില്ലാ ഞങ്ങളെ ഉസ്താദുമാരെ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടാ. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. ചുരുക്കി പറഞ്ഞ ഞാൻ ഷാഫി മദബിലെ ജമൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഫതുൽ ബാരിൽ നിന്നും വായിച്ച 2 ഇബാറത്തുകളെ പറ്റി ഇവിടെ ഒരു പ്രതികരണമില്ല. അവരാണ് പറഞ്ഞത് കീശയോടാണ് പിന്നെ അതിനെ താരതമ്യം ചെയ്തത്. കീശന്റെ കയ്യിൽ മുകളിലാണോ അടിയിലാണോ നിങ്ങൾ കൈവെക്കുക? അത് തന്നെ മതി, ധാരാളം മതി. കീശന്റെ മുകളിലാണ്. പിന്നെ ഹൃദയം എവിടെയാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഡിക്ഷണറി ഒന്നും നോക്കേണ്ടതില്ല. ആയിക്കോട്ടെ, നിങ്ങൾ വായിക്കണ ഗ്രന്ഥം ഒന്നുണ്ട് ഫുള്ളായിട്ട് വായിച്ചാട്ടെ. എവിടുന്നാ വായിച്ചത് കാരണം നിങ്ങള് ഒന്ന് പറഞ്ഞാട്ടെ, ഒന്നുകൂടി പറഞ്ഞാട്ടെ. ഓരോന്ന് വായിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒന്ന് മൈക്കെടുത്തോളൂ. ഞാൻ ആദ്യം വായിച്ച ജമൽ എന്ന ഗ്രന്ഥമാണ്. വൽ ഹിക്മത്തു തഹ്ത സദ്രി എന്നതിന്റെ ഹിക്മത്ത് പറയാണ്. ജഅലിഹ തഹ്ത സദ്രിഹി, അതിനെ തഹ്ത സദ്രിഹി. അപ്പൊ എന്താ പറഞ്ഞത്? തഹ്ത സദ്രിഹി. അതിന്റെ അർത്ഥം എന്താ? തഹ്ത സദ്രിഹി അല്ലേ? ജമൽ എന്താ പറഞ്ഞത്? തഹ്ത സദ്രിഹി. പറഞ്ഞോളൂ. എന്താ തഹ്ത സദ്രി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം? മലയാളം ഒന്ന് പറഞ്ഞാട്ടെ, എന്നിട്ട് പിന്നെ ബാക്കി പറയാം. കുറേശ്ശെ നിങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ തട്ടിവിട്ട് പോയാൽ പറ്റില്ല. എന്താ തഹ്ത സദ്രി എന്ന് പറഞ്ഞ അർത്ഥം? ജമാൽ വായിക്ക്.
തഹ്ത സദരിഹി എന്ന് പറഞ്ഞ പള്ളമൽക്കോ വാര്യലുമൽക്കോ എത്തില്ല എന്നതിനുള്ള തെളിവാണ് അദ്ദേഹം പറയുന്നത്. എവിടേക്ക് എത്തുന്നല്ല ചോദിച്ചത്. തഹത്ത സ്വദരിഹി നിങ്ങൾ വായിച്ചല്ലോ, അതിന്റെ അർത്ഥം പറയാനാ പറഞ്ഞത്. വാര്യലുമൊക്കെ എത്തുമില്ല, മറ്റേ പള്ളമൊക്കെ എത്തുമില്ല എന്നുള്ളതല്ല. തഹത്ത സ്വദരിഹി നിങ്ങളിപ്പോ വായിച്ചല്ലോ, അതിന്റെ മലയാളം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാണില്ല, സാധാരണക്കാർക്ക് മനസ്സിലാണില്ല. അദ്ദേഹം ഇപ്പോ ഇതിനെ എതിർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം വായിക്കുന്നത് ആദ്യം തന്നെ തഹ്ത സ്വദരിഹി എന്നാ. ഞാൻ അതിന്റെ മലയാളം പറയാനേ അദ്ദേഹത്തോട് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? തഹ്ത സ്വദരിഹി എന്നതിന്റെ മലയാളം ഒന്ന് പറഞ്ഞാൽ മതി ജമാൽ, ഞാൻ മൈക്കോട്ട്. തഹ്ത സദരിഹി എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ പോലും അതുകൊണ്ട് വിശദീകരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നതിനുള്ള തെളിവാണ് ഞാൻ വായിക്കുന്നത്. അയ്യേ, എങ്ങനെ അബൂസഫൂന്റെ മാതിരി ആവല്ലോ ജമാലോ. തഹ്ത സദരിഹി എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് പറയുന്നത്, മലയാളം പറയുന്നത്. അവ എന്തിനു കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. തഹ്ത സദരിഹി എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് പറയുന്നു. എന്തങ്ങനെ? നല്ല കുട്ടിയല്ലേ, ഞാൻ മൈക്കോട്ടു. അബൂസാഫ് തഹ്ത എന്ന പദത്തിനെ പോലും അംഗീകരിച്ചിട്ടില്ല. ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ എന്താ അംഗീകരിക്കാത്തത്, അത് മനസ്സിലാക്കാത്തത്? തഹ്ത എന്ന് അംഗീകരിച്ച ഷാഫിയും അതുപോലെ പണ്ഡിതന്മാർ പോലും നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ പോലെ അത് വാരിയലിലേക്കോ കണ്ടോ കൊന്നാല് ഇപ്പോ അർത്ഥം പറഞ്ഞ ഇപ്പൊ തഹ്ത സദരിഹി എന്നുള്ളതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞോ സുഹൃത്തുക്കളെ? ഇല്ല. എന്താ പറയാത്തത്? പറഞ്ഞാ കള്ളി പൊളിയും. കണ്ടാ എന്താണ് ജമാലും അങ്ങനെ? ഇത്രയൊന്നും പ്രസംഗിക്കണ്ട. ആ തഹ്ത സദരിഹി എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് പിന്നെ ബാക്കി തുടരാലോ. ഉദ്ദേശം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. തഹ്ത സദരിഹി എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞോളൂ, ഞാൻ മൈക്കോട്ട്. എന്താ ഇപ്പം മലയാളത്തിനോട് ഇത്ര വലിയൊരു പ്രിയ? ഞാൻ മലയാളമല്ല, ഞാനൊരു അറബി ഗ്രന്ഥമാണ് വായിക്കുന്നത്. അറബി ഗ്രന്ഥം തഹ്ത എന്ന പദത്തിന്റെ അർത്ഥം അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ്. അതാണ് ഞാൻ വായിക്കുന്നത്. തഹ്ത സദരിഹി എന്ന് പറഞ്ഞ അപ്പൊ നിങ്ങൾ പറഞ്ഞേട്ടാ മലയാളത്തോട് എന്താ അത്ര എന്താ നിങ്ങൾക്ക് ഇപ്പൊ ചില പദങ്ങളൊക്കെ മലയാളമാണ് പറയാൻ വല്ലാത്തൊരു അലർജി? നിങ്ങൾക്ക് റുക്കിയ ചെറിയ മൻഹജ് റുക്കിയ ഇപ്പൊ തഹ്തക്ക് പറയാൻ പ്രയാസം. അതെന്താത്? നിങ്ങളെല്ലാം എന്ത് ചെയ്യണ പ്രാദേശിക ഭാഷ, നമ്മളെ മാതൃഭാഷ, പിന്നെ കുത്തുബ മാതൃഭാഷയില് ഇപ്പൊ പിന്നെ നിസ്കാരം മാതൃഭാഷയിലാക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകളാണ് നിങ്ങളെ കൂട്ടത്തിലുള്ളത്. ഇപ്പൊ ഒരു തഹ്ത സദരിഹി എന്നുള്ളതിന്റെ മലയാളം പറഞ്ഞതിന് എന്താ തടസ്സം ജമാലെ? അത് മനസ്സിലാണില്ല. അത് പറഞ്ഞു വെച്ചിട്ട് നിങ്ങളുടെ വാദം പൊളിയില്ലല്ലോ, നിങ്ങളെ ആശയം പൊളിയണില്ല. എന്നാലും ഒന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? തഹ്ത സദരിഹി നിങ്ങൾ വായിച്ചത് അതിന്റെ അർത്ഥം എന്താ ഒന്നും വേഗം പറയും. ഒന്നും കൂടി ഞാൻ മൈക്ക് തരാം, ഇല്ലെങ്കിൽ വെറുതെ സമയം കളയണ്ടല്ലോ. തഹ്ത സദരിഹിന്റെ അർത്ഥം കേട്ടോളൂ, ശരിക്ക് ചെവി തുറന്ന് കേട്ടോളൂ. ആ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു തഹ്ത സദരിഹി എന്ന് പറഞ്ഞാൽ ഫൗഖൽ ഖൽബ്, ഹൃദയ തഹ്ത സദരിഹി ആദ്യം തന്നെ പറയുന്നു. അതിൽ മലയാളം പറയണ്ട? അതിൽ മലയാളം പറയുന്നുണ്ടോന്ന് നിങ്ങൾ കേട്ടില്ല സുഹൃത്തുക്കളെ? അതിലെന്താ പറയണത്? ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് മലയാളം പറയാനാണ്. തഹ്ത സദരിഹി എന്നുള്ളതിന്റെ മലയാളം പറയാനാ പറഞ്ഞത്. അദ്ദേഹം മലയാളം പറയാൻ കൂട്ടാക്കണില്ല. സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാകണ്ട, ശ്രോതാക്കൾക്ക്. ജമാലെ ചിലപ്പോ നിങ്ങൾ വായിക്കുന്നത് ഇതിലുള്ള ഉസ്താദുമാർക്ക് അറിഞ്ഞു തരും, നിങ്ങൾക്കും അറിഞ്ഞു തരും. പിന്നെ എന്റെ മാതിരിയുള്ള ഒരുപാട് സാധാരണക്കാരായ ആൾക്കാരാ ഇതിലുള്ളത്, അതുപോലെ തന്നെ റേഡിയോ ശ്രോതാക്കളുള്ളത്. അവർക്ക് നിങ്ങൾ പിന്നെ അറബിയിലുള്ള ഗ്രന്ഥാണെന്ന് പറഞ്ഞാൽ അറബിയിലുള്ള ഗ്രന്ഥം ആയതുകൊണ്ടാണല്ലോ നിങ്ങളോട് അതിന്റെ മലയാളം പറയാൻ പറഞ്ഞത്. മറ്റേപ്പോ മലയാളം ഉക്കാപ്പി വായിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ അതിന്റെ മലയാളം പറയുന്നു അറിയില്ലല്ലോ. നമുക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കലുണ്ടാവുള്ളൂ. ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ദയവ് ചെയ്ത് തഹ്ത സദരിഹി ആ പദത്തിന്റെ ആ രണ്ട് പിന്നെ പദങ്ങളുണ്ടല്ലോ, വാക്കുകൾ, അതിന്റെ ആ തഹ്ത സദരിഹി, ഇനിയിപ്പോ അയ്മക്കൊള്ള രണ്ടെണ്ണം എന്നുള്ളത് മൂന്നെണ്ണം ആയിക്കോട്ടെ, ആ തഹ്ത സദരിഹി എന്നുള്ളതിന്റെ നേരെ മലയാളം
അതിന്റെ മലയാള പരിഭാഷ അതൊന്നും പറഞ്ഞോളൂ. ഈ കഴിഞ്ഞ 2-3 ദിവസം അലാ സദരിഹി എന്നുള്ളതിന്റെ അർത്ഥമല്ലേ തഹ്ത സദരിഹി എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്? ആ തഹ്ത സദരിഹിയാണ് ഷാഫി മദ്ഹബിലെ യമൽ എന്ന ഗ്രന്ഥം ഫൗഖൽ ഖൽബ് എന്ന് പറയുന്നത്. അതിലപ്പുറം ഇതൊന്നും ഇപ്പൊ എന്തല്ല കണ്ടോ, ഇപ്പോഴും മുമ്പ് പറഞ്ഞോ തഹ്ത സദരി എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞോ? മലയാളം പറഞ്ഞോ സുഹൃത്തുക്കളെ? ഇല്ല, കണ്ടോ മലയാളം പറഞ്ഞില്ല. അതില്ലേ എന്താ ചെയ്യ, വല്ലാത്തൊരു കഷ്ണം. ഇനി എന്താ ഞാൻ ചെയ്യാം, എനിക്ക് ചെയ്യില്ല. ഞാൻ ഇപ്പൊ എത്ര പ്രാവശ്യം അതിന്റെ ഈ തഹ്ത സ്വദരിഹി എന്നുള്ളതിന്റെ മലയാളം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് മൂപ്പര് കൂട്ടാക്കല. ഒന്നും കൂടി നമ്മൾ കൊടുത്തു നോക്കുക അല്ലേ? ജമാലുല്ലേ, നമ്മളെ ജമാലുല്ലേ പറയായിരിക്കോ? തഹ്ത സ്വദരിഹി അതിന്റെ മലയാളം, അപ്പറഞ്ഞ വാക്കിന്റെ നേരെ മലയാളം ഒന്ന് പറഞ്ഞാൽ മതി കേട്ടാ പ്ലീസ്. ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. ഏതായാലും സമയം ഞാനും നഷ്ടപ്പെടുത്തുന്നില്ല, ഞാനും അവസാനിപ്പിക്കുകയാണ്. വളരെ വ്യക്തമായി ഷാഫി മദ്ഹബിലെ ഗ്രന്ഥം നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നിങ്ങളെ പള്ളമല സാധനം എത്തൂല, കൈയെത്തൂല. ഏതായാലും ഇപ്പൊ നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലും തഹ്ത സദരിഹി എന്നാണുള്ളത്. തഹ്ത സദരിഹി എന്നല്ലാത്ത ഒരു ഗ്രന്ഥവും നിങ്ങൾക്ക് ഷാഫി മദ്ഹബിൽ കാണിക്കാനും സാധ്യമല്ല. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ ആ ചട്ടുപുട്ടുണ്ടല്ലോ, അതൊന്നും ഇവിടെ SGV-യിൽ നടക്കൂല. സുന്നി പ്രവർത്തകരാത് ഓർമ്മിച്ചോളൂ കേട്ടാ. ഞങ്ങളെ മുമ്പിൽ നിങ്ങൾക്ക് സ്റ്റേജിൽ കയറിയിട്ട് എന്ത് ചെയ്യാ, ആളുകളെ പൊട്ടീസാക്കണ വർത്താനം പറയാ. പക്ഷെ ഇത് നേർക്ക് നേരെ ചോദിക്കുമ്പോ എന്ത് ചെയ്യൂല, ആ വക പൊട്ടീസൊന്നും നടക്കൂല ജമാലോ. ഇപ്പൊ ഇത്രയും സമയം ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടില്ലേ? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ തന്നു തഹ്ത സ്വദരിഹി എന്നുള്ളതിന്റെ അർത്ഥം പറയാൻ വേണ്ടിയിട്ട്, മലയാളം പറയാൻ വേണ്ടി. പറഞ്ഞോ നിങ്ങള്? പറഞ്ഞോ? എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാതിരുന്നത്? അപ്പൊ ഷാഫി മദ്ഹബിൽ എന്താണെന്നുള്ളത് മനസ്സിലാവും. അത് നിങ്ങളെ തൊള്ളേന്നുണ്ട്, ജനങ്ങളൊക്കെ കേൾക്കും. അപ്പൊ അത് കൊന്നാ നിങ്ങൾ പറയില്ല. മനസ്സിലായില്ലേ? കൊന്നാ നിങ്ങൾ പറയില്ല. എന്നിട്ട് പിന്നെ നമ്മളെ സ്വദറിന്റെ അർത്ഥം സ്വദർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, സ്വദർ എന്നുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് പിന്നെ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള രേഖയും തെളിവുകളൊക്കെ എന്ത് ചെയ്ത ഭാഷാഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒക്കെ ഉദ്ധരിക്കാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് കഴിയും. മനസ്സിലായോ? വാരിയെല്ലുകൾ ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിന് മൊത്തം പറയുന്നതാ. വാരിയെല്ല് എന്ന് പറയുന്നത് വലുത് മാത്രമല്ല, ചെറുതും വാരിയല്ല. മനസ്സിലായോ? അപ്പൊ ആ വാരിയല്ലൊന്ന് തപ്പി നോക്കുക എവിടെയൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് അതിന്റെ അരികിൽ അതാണ്. മനസ്സിലായോ? അപ്പൊ ഏതായാലും അദ്ദേഹം പറയുന്നില്ല, പറയാൻ അദ്ദേഹം എന്ത് ചെയ്യണില്ല, കൂട്ടാക്കുന്നില്ല. ഇനിയിപ്പോ അദ്ദേഹത്തിന് അത് പറയാൻ വേണ്ടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. അദ്ദേഹത്തിന് ഒന്നും കൂടി കൊടുത്തു നോക്കണോ? അതോ ജലീൽ നമ്മളെ ചോക്കാട് ഉസ്താദ് എന്ത് ചെയ്തിട്ടുണ്ട്, കൈപൊക്കിയിട്ടുണ്ട്. വേണ്ടാന്നാവും അല്ലേ? ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിന് കൊടുത്ത് കൊന്നാ മൂപ്പര് എന്ത് ചെയ്യൂല, പറയില്ല. ഞങ്ങൾക്ക് ഒരലോസരവും ഇല്ല, കണ്ടാ, ഒരലോസരവും ഇല്ല. അതേസമയം നെഞ്ഞുമ്മ കെട്ടണം എന്നറിഞ്ഞ നിങ്ങൾക്കാണ് അലോസരമുള്ളത്. കാരണം നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങളുടെ ആശയം അംഗീകരിക്കുന്ന ബദറുൽ മജ്ഹൂദിന്റെ ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമായി പറയുന്നു, ലോകത്തെന്തില്ല, കഴിഞ്ഞകാല മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങളുടെ ഒരു മദ്ഹബിലും ഒരു ഇമാമും നെഞ്ഞുമ്മ കൈവെക്കണം അല്ലെങ്കിൽ നെഞ്ഞിന്റെ മേലെ കൈകെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. അത് മുസ്ലിമീൻ ലോകത്തിന്റെ ഇജ്മാഇനെതിരാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ബദറുൽ മജ്ഹൂദില് സഹറാൻപൂരി പറഞ്ഞിട്ടുള്ളത്. അതേസമയം മുസ്ലിം ലോകത്ത് ഈ വിഷയത്തിൽ 3 നിലപാടേ ഉള്ളൂ, 3 രീതിയേ ഉള്ളൂ. ഒന്ന്, പൊക്കിളിന്റെ താഴെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെയും മദ്ഹബിൽ പൊക്കിളിന് മീതെ നെഞ്ചിന് താഴെ. അതേ അഭിപ്രായം തന്നെയാണ് മാലിക്കി മദ്ഹബിലും പ്രബലമായ ഒരു അഭിപ്രായം.
മറ്റൊരഭിപ്രായമുള്ളത് രണ്ട് കൈ താഴ്ത്തിടുക എന്നുള്ള, അറ്റൻഷനായിട്ട് ഇങ്ങനെ രണ്ട് കൈയും താഴ്ത്തിടുക എന്നുള്ള. എന്താണെങ്കിലും ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈ പിടിച്ചുകൊണ്ട് റിസ്റ്റിൽ പിടിച്ചുകൊണ്ട് വെക്കുകയാണോ, രണ്ടാലൊരു സ്ഥലത്തെ വെക്കാൻ വകുപ്പുള്ളൂ മുസ്ലിം ലോകത്ത്. ഒന്നിരിക്കെ നെഞ്ചിന്റെ താഴെ, അല്ലെങ്കിൽ പൊക്കിളിന്റെ താഴെ, അല്ലെങ്കിൽ പൊക്കിളിന്റെ മീതെ നെഞ്ചിന്റെ അരികിലായിട്ട് താഴെ. ഇത് അല്ലാത്ത ഒന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പുറത്ത് കളിക്കുന്ന, കോമ്പൗണ്ടിന് പുറത്തിറങ്ങി കളിക്കുന്ന, ഒരു വിവരവുമില്ലാത്ത ഒരു പിടി ജാഹിലീങ്ങളായ മൗലവിമാർ, അറബി മുൻഷി പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുള്ള, കണ്ടമുണ്ടം പഠിച്ചിട്ടുള്ള കുറച്ച് മൗലവിമാര്, അതും നമ്മുടെ കേരളത്തിൽ മാത്രം ചെയ്യുന്നൊരു പരിപാടി മാത്രമാണ് എന്നാണ് ഈ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള, അറബ് രാജ്യങ്ങളിലുള്ള പുത്തനാശയക്കാർ പോലും, സലഫിസുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും, അവർ പോലും കൈകെട്ടുന്നത് എവിടെയാണെന്ന് നിങ്ങൾ നോക്കൂ. ഇന്നലെയൊക്കെ ഇവിടെ കാണിച്ചിരുന്നല്ലോ നമ്മളെ പ്രവർത്തകരത് ക്യാമിൽ കാണിച്ചിരുന്നു. കാണിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ക്യാമിലൊന്നും കാണിച്ചാൽ തിരക്കുണ്ടായിരുന്നില്ല. ഇവരുടെ സമ്മേളനത്തിന് പോയിട്ടുള്ള പ്രതിനിധികൾ വരെ കൈകെട്ടുന്നത് നെഞ്ചിന് താഴെയാണ്. അപ്പോ ഇതാണ് വസ്തുത. അപ്പൊ തഹ്ത സദരിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന് താഴെയാണ്. അദ്ദേഹം ഇപ്പൊ പറയുന്നിടത്തും എന്താ പറഞ്ഞത്? നെഞ്ചിന്റെ താഴെയാണ്. നെഞ്ചിന്റെ താഴെന്ന് പറഞ്ഞാൽ അദ്ദേഹം വായിക്കുന്ന ഗ്രന്ഥത്തിലുള്ളത്. എന്നിട്ട് അത് മൂടി വെച്ചതിന് മലയാളം പറയില്ല. അത് മൂടി വെച്ചിട്ട് ആണ് എന്ത് ചെയ്യണത്, മുന്നോട്ട് നീങ്ങണത്. അപ്പൊ ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളുടെ മുമ്പിൽ ക്ലാസ് റൂമിൽ വരെ ഈ രൂപത്തിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഈ മുജാഹിദിന്റെ ആളുകൾ, ആശയക്കാര് ശ്രമിച്ച, മൗലവിമാര് ശ്രമിക്കുന്നത് കണ്ടോ. ഇപ്പോ അന്നലക്ക് സ്റ്റേജുകളിലും അതുപോലെ തന്നെ മറ്റ് നമ്മളെ ആളുകൾ ചോദ്യം ചോദിക്കാനോ പറയാനോ ഒന്നും ഇല്ലാത്തടത്ത് എന്തും തട്ടിവിടൂലവര്. ഏതായാലും അല്ലാഹു തആല സത്യം ഗ്രഹിക്കണം എന്ന് മനസ്സിലാക്കുന്ന, വാശിയില്ലാത്ത, നിഷ്പക്ഷ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇത് ധാരാളമാണ്. അല്ലാഹു തആല എല്ലാവർക്കും സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ജലീൽ ചോക്കാട് കൈപൊക്കിയിട്ടുണ്ട്.